കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. +2 സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya. Okay. Topic economics. Starting by first chapter, introduction to business economics. Next, theory of demand and supply. Next one, theory of production cost. Next one, price determination. Next one, business cycle. Okay. Now, this is 2023 December weightage chapter 1 6 to 8 total weightage. The next one, theory of demand and supply 16. Theory of production and cost യെസ്. ആ സൗണ്ട് ക്ലിയർ ആവും. അപ്പോൾ ഓക്കെയാണോ? സൗണ്ട് ഓക്കെയാണോ? ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഓക്കെ. അപ്പോൾ ചാപ്റ്റർ 3 നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പ് ആൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. 5 ചാപ്റ്റേഴ്സാണ്. അതിൽ ഡിസംബർ എക്സാമിന് ചാപ്റ്റർ 1 നിന്ന് 6 to 8 വെയിറ്റേജ് ആണ്. ദെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ 14, 16, അത് 18 വരെ ചാൻസ് ഒരു ടോപ്പിക്കാണ്. അതുപോലെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, 16 to 18. അതുപോലെ പ്രൈസ് ഡിറ്റർമിനേഷൻ 14 to 16. ചാപ്റ്റർ 2
3, 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചാപ്റ്റർ 5 ബിസിനസ് സൈക്കിൾ ഏകദേശം 6 to 8 ആണ് അതിലും വരുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ റിവിഷനിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 മെയിനായിട്ട് അതാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതിനുശേഷം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചെയ്യുക. ഓക്കെ, ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഡിമാൻഡിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഡിമാൻഡ് ഇന്ന് 5 to 7 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിമാൻഡാണ്. നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നെക്സ്റ്റ് ഡേ 5 to 7 ആളെ 5 to 7 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇന്ന് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, പിന്നെ എക്സ്പാൻഷൻ ടു കോൺട്രാക്ഷൻ, അതുപോലെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഇതാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അതിൽ ജസ്റ്റ് കോൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. അതിനുശേഷം അതും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഡിമാൻഡ്. വാട്ട് ഈസ് ഡിമാൻഡ്? ഡിമാൻഡ് മീൻസ് ഡിസയർ. അറിയാലോ, ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിസയർ, ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് എക്കണോമിക്സിൽ. എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിസയർ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് ഡിമാൻഡാണ് നോർമലി. പക്ഷേ എക്കണോമിക്സിൽ അത് ഡിമാൻഡായിട്ട് വരുന്നത് ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ഒരു ഫാക്ടറാണ്, എന്നെ കൊണ്ട് അത് വാങ്ങാൻ പറ്റണം. അതുപോലെ ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അതേപോലെ തന്നെ നമ്മൾ തയ്യാറാവണം. അതാണ് വില്ലിങ്നെസ് ടു പേ എന്ന് പറയുന്നത്, റെഡിനെസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എക്കണോമിക്സിൽ ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അപ്പോൾ നോർമലി ഡിമാൻഡ് മീൻസ് ഡിസയർ. എക്കണോമിക്സിൽ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അപ്പോൾ എക്കണോമിക്സിൽ ഡിമാൻഡ്, വാട്ട് ക്രിയേറ്റ്സ് ഡിമാൻഡ്? 3 ഫാക്ടേഴ്സ് ആണ്: ഡിസയർ, എബിലിറ്റി ടു പേ, വില്ലിങ്നെസ് ടു പേ. ഈ ഫാക്ടേഴ്സും കൂടി 3 കൂടി ആഡ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ഡിമാൻഡ്. അപ്പോൾ നോർമലി ഡിമാൻഡ് മീൻസ് ഡിസയർ, എ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഓക്കെ, നെക്സ്റ്റ് അതാണ് ഈ ഫാക്ടേഴ്സ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസയർ ആണ്. ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറാണ് അതിൻ്റെ കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു പേ ആണ്, എബിലിറ്റി ടു പേ. ദെൻ റെഡിനെസ്, വില്ലിങ്നെസ് ടു പേ ആണ്. നമ്മൾ ഈ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു പേ ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എബിലിറ്റി ടു പേ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? കമൻറ്റ് വേണമെങ്കിൽ ചെയ്യാം, കമൻറ്റ് ചെയ്യാനുള്ള ടൈമാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എബിലിറ്റി ടു പേ, എബിലിറ്റി ടു പേ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എബിലിറ്റി ടു പേ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഓക്കെ, ഡിക്രീസ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ആൻഡ് എബിലിറ്റി ടു പേ റിലേഷൻഷിപ്പ് ഏതാണെന്ന് വെച്ചാൽ ഇൻവേഴ്സ് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എബിലിറ്റി ടു പേ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എബിലിറ്റി ടു പേ ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റെഡിനെസ്. റെഡിനെസ് എന്ന് പറയുമ്പോൾ വില്ലിങ്നെസ് ടു പേ ആണ്. റെഡിനെസ് മീൻസ് വില്ലിങ്നെസ് ടു പേ. ഓക്കെ, ഇത് 3ഉം കണക്ട് ചെയ്ത് വരുന്ന ടേം ആണ് ഇത് ഡിമാൻഡ്. നിങ്ങളെ കമൻ്റൊക്കെ ഓക്കെ ആണ്, കംപ്ലീറ്റ് ഡിക്രീസ് എന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിമാൻഡ്. ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടർ ഏതൊരു പ്രോഡക്റ്റും കൺസ്യൂം ചെയ്യുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ ആരാന്ന് വെച്ചാൽ പ്രൈസ് ആണ്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ നമുക്കറിയാം ആരാണ്, പ്രൈസ്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ ആരാന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ആരാണ്, പ്രൈസ്. 90% ഒരു പ്രോഡക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രൈസ് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് മെയിൻ ആരാണ്, പ്രൈസ് ആണ്. പിന്നെ ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഫ്ലോ കോൺസെപ്റ്റ് ആണ്. ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത് ഡിമാൻഡ്. പിന്നെ നമ്മൾ സിലബസിൽ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഒരു 14 ഡിറ്റർമിനൻസ് ഉണ്ട്, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ ഫസ്റ്റ് പ്രൈസ് ഓഫ് കമോഡിറ്റി. നമ്മൾ പറഞ്ഞു പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണ്. പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 14 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 14 ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഫാക്ടർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ വാങ്ങാൻ
ഞാൻ കൂടുതൽ വാങ്ങും. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്. എന്നാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, കോംപ്ലിമെന്ററി ആവാം. സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, കോംപ്ലിമെന്ററി ആവാം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറയുമ്പോൾ സാംസങ്ങിന്റെ പ്രൈസ്, സാംസങ് ഒന്നും ചെയ്യുന്നില്ല, സാംസങ് ഇങ്ങനെ ഒരു നോർമൽ ലെവലിൽ സാംസങ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സാംസങ്ങിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. കാരണം വിവോ അല്ലെങ്കിൽ ഒപ്പോ പ്രൈസ് അവിടെ ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഒപ്പോ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ബാധിക്കുക സാംസങ് പോലുള്ള പ്രോഡക്റ്റിനെയാണ്. കാരണം സാംസങ് ഒപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ബൂസ്റ്റിന് പകരം ഓർലിക്സ്, ബൂസ്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർലിക്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ബൂസ്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർലിക്സിന്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടും. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കൊക്കക്കോള പെപ്സിയാണ്. കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെപ്സി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? പെപ്സി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നുള്ള കമന്റ് ചെയ്യാനുള്ള ടൈമാണ്. കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെപ്സി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ കമന്റ് ചെയ്യാനുള്ള ടൈമാണ്. കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെപ്സി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? യെസ്, പ്രൈസ് എന്താവുന്നു? ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കമന്റ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെപ്സി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പ്രൈസ് ആണ്. റിലേറ്റഡ് ഗുഡ് 2 ടൈപ്പ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണെന്ന് വെച്ചാൽ ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങളെ കമന്റ് കംപ്ലീറ്റ് ഇൻക്രീസ് എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്ററി ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് 2 ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ട്, കോംപ്ലിമെന്ററി. സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡാണ്. കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ഗുഡാണ്, ഒന്നിന്റെ കൂടെ യൂസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒന്നിന്റെ കൂടെ യൂസ് ചെയ്യുന്നതല്ല, സബാണ്. എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് മേ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് വൺ അനദർ. ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് കോമ്പറ്റിംഗ് ഗുഡ്. സാംസങ്ങിന്റെ കോമ്പറ്റിംഗ് ഗുഡാണ് ഒപ്പോ. പിന്നെ ജിയോയുടെ കോമ്പറ്റിംഗ് ആണ് VI, ജിയോ, എയർടെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ജിയോയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ VIയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ പോസിറ്റീവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓൾറെഡി 8 or more റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ കോംപ്ലിമെന്ററി ഗുഡ്. കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി ഗുഡ് ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡാണ്. വാട്ട് ഈസ് കോംപ്ലിമെന്ററി ഗുഡ്? കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ ടുഗദർ സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡാണ് കോംപ്ലിമെന്ററി. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന, ഇപ്പം നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ബാറ്ററി കോംപ്ലിമെന്ററി ആണ്. നിങ്ങൾ പെന്ന് യൂസ് ചെയ്യുന്നു, അതിൽ ഇങ്ക് കോംപ്ലിമെന്ററി ആണ്. ഇനി അതുപോലെ സിലബസിൽ നമ്മൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെട്രോൾ റിലേറ്റഡ് കാറിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പെട്രോൾ റിലേറ്റഡ് കാറിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ആൻഡ് ഡിമാൻഡ് കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ ഇൻവേഴ്സ് ആണ്. പ്രൈസ് ആൻഡ് ഡിമാൻഡ് കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പ്രൈസ്, സെക്കൻഡ് പോയിന്റ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. ഓക്കെ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് 2 ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ്, കോംപ്ലിമെന്ററിയുടെ പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ്. ഇതാണ് ബേസ് ആയിട്ട് നിങ്ങൾ കാര്യമായിട്ട് നോക്കി വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻകം ഓഫ് കൺസ്യൂമർ. നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കമൻറ്റ്. നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ്, യെസ്, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോസിറ്റീവ്, ഗുഡ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഡിമാൻഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ. നിങ്ങളൊരു പ്രോഡക്റ്റ് വല്ലാണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ആൻഡ് ഡിമാൻഡ് പോസിറ്റീവ്. അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ. നിങ്ങളൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് വൺ നാച്ചർ ഓഫ് കമോഡിറ്റി. നമുക്ക് ലാസ്റ്റ് പറയേണ്ട ഒരു പോയിന്റ് ആണ് നാച്ചർ ഓഫ് കമോഡിറ്റി. വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുമ്പോൾ ഡിമാൻഡ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. ഗുഡ്. നെക്സ്റ്റ് വൺ
കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്രെഡിറ്റ് ഫെസിലിറ്റി, ക്രെഡിറ്റ് കിട്ടാനുള്ള സംവിധാനം കൂടുതലാണെങ്കിൽ, നമുക്ക് എന്ത് വാങ്ങണമെങ്കിലും ഫണ്ട് വേണം, അത് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇപ്പം നമ്മളൊരു മൊബൈൽ വാങ്ങണം, കയ്യിൽ ക്യാഷ് ഇല്ല, ക്രെഡിറ്റ് തരാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി ഡിമാൻഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി ഡിമാൻഡ് എന്താണ്? പോസിറ്റീവ്, ഇൻക്രീസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഡിമാൻഡ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്താ സംഭവിക്കുക? ഡിക്രീസ് ചെയ്യും. ബാങ്ക് റേറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുന്ന ടെൻഡൻസി കുറയും. അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ എന്ത് ചെയ്യും? കുറയും. ആവശ്യങ്ങളാണ് ഡിമാൻഡ്. ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ലെവൽ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് പോസിറ്റീവ്. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, പോസിറ്റീവ്. ദ നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് പോളിസി മീൻസ് ടാക്സ്. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ്, കമന്റ് ചെയ്യാം. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ്, കമന്റ് ചെയ്യാം. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ്. ടാക്സ് കൂടി കഴിഞ്ഞാൽ കോസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ടാക്സ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. ടാക്സ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ സബ്സിഡി ഡിമാൻഡ്. സബ്സിഡി നമ്മുടെ സപ്പോർട്ടിംഗ് ഫാക്ടറാണ് സബ്സിഡി എന്ന് പറയുമ്പോൾ, നമുക്ക് കിട്ടുന്ന സഹായങ്ങളാണ്. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ടാക്സ് ഡിമാൻഡ് നെഗറ്റീവ്, സബ്സിഡി ഡിമാൻഡ് പോസിറ്റീവ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഡിമാൻഡ് പോസിറ്റീവ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവ്. ദെൻ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് എന്തായിരിക്കും അഡ്വർടൈസ്മെന്റ് കേസിൽ? ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കൂടുമ്പോൾ, ഇപ്പോൾ പെപ്സിയുടെ അഡ്വർടൈസ്മെന്റ് അറിയാലോ, ആളറിയാലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. പെപ്സി ഇത്രയും കസ്റ്റമറിന് കിട്ടാനുള്ള കാരണം തീർച്ചയായിട്ടും ആരായിരിക്കും? യെസ്, ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് ഏതാണ്? പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ്, ഡെമോൺസ്ട്രേഷൻ. നെക്സ്റ്റ് ഏരിയ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇമിറ്റേറ്റ് ചെയ്യണം. ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരാൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അതേ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാം. അങ്ങനെ വാങ്ങുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. റിലേഷൻഷിപ്പ് ഏതാണ്? പോസിറ്റീവ് ആണ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ അതേപോലെ എന്ത് ചെയ്യുക? കൺസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, ബിസിനസ് സൈക്കിൾ. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ when a consumer wants product by seeing another person use that product, it is called demonstration effect. ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? ഇമിറ്റേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് വാങ്ങാൻ വേറെ ആൾ യൂസ് ചെയ്യുമ്പോൾ അതേപോലത്തെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ ഫോർ ഫേസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പീക്ക്. ദ നെക്സ്റ്റ് വൺ കോൺട്രാക്ഷൻ. നെക്സ്റ്റ് വൺ ട്രഫ്. നെക്സ്റ്റ് വൺ എക്സ്പാൻഷൻ. ഇതിൽ ഏറ്റവും ഹൈ ഡിമാൻഡ് ഉണ്ടാവുന്നത് ഏത് സമയത്തായിരിക്കും? ഡിമാൻഡ് ഹൈ ആവുന്ന ടൈം ഏതാണ്? ഓപ്ഷൻ പീക്ക്, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ട്രഫ്. ഏതായിരിക്കും? യെസ്, പീക്ക്. കറക്റ്റ് ആൻസർ പീക്ക്. പീക്കിൽ ഡിമാൻഡ് ഹൈ ആണ്. ട്രഫിൽ ഡിമാൻഡ് എന്താണ്? ലോ ആണ്. ഓക്കെ, പീക്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? ഹൈ ആണ്. ട്രഫിൽ ഡിമാൻഡ് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് ഏരിയ കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്. നെക്സ്റ്റ് ഏരിയ കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്. കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ എക്സ്പെക്ട് ചെയ്യാണ്. ഒരു കൺസ്യൂമർ കൂടുതലായിട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇങ്ങനെ പറയാം, ഗോൾഡിന് നെക്സ്റ്റ് മന്ത് 50,000 ആവുന്നു എന്ന് മനസ്സിലാക്കിയാൽ കറണ്ട് ഡിമാൻഡ് നെക്സ്റ്റ് മന്ത് 50,000 ഗോൾഡിന് ആകും എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ ഈ മാസം ഈ സമയത്ത് നമ്മുടെ ഡിമാൻഡ് എന്താവും? അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ആണ് 50,000 എന്നുള്ളത്. ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കറണ്ട് ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഡിമാൻഡ് എന്താ സംഭവിക്കുക? ഡിക്രീസ് ചെയ്യും. ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യോ? നോ, അല്ല. എന്താ സംഭവിക്കുക? കറണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കമൻറ്റ് കറക്റ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മൾ ചില ഗുഡ്സ് ജസ്റ്റ് പരിചയപ്പെടുത്താണ്. ഗിഫൺ ഗുഡ്. ഗിഫൺ ഗുഡ് അതിൻ്റെ മറ്റൊരു പേരാണ് ഇൻഫീരിയർ ഗുഡ്. കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ്റ്റ് റോബർട്ട് ഗിഫൺ. റോബർട്ട് ഗിഫൺ ആണ് ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻഫീരിയർ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതുകൊണ്ട് ഇൻഫീരിയർ ഗുഡ് അറിയപ്പെടുന്നത് ഗിഫൺ ഗുഡ് എന്ന പേരിലാണ്. ഗിഫൺ ഗുഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ റോബർട്ട് ഗിഫണിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഗിഫൺ, ഇൻഫീരിയർ. അതുകൊണ്ട് ഇൻഫീരിയർ ഗുഡ് ഈസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗിഫൺ ഗുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ഇൻഫീരിയർ? നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈഫിൽ നിന്ന് ചില പ്രോഡക്റ്റ് മെല്ലെ മെല്ലെ ഒഴിവാക്കും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഗിഫൺ. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലൈഫിൽ നിന്ന് ചില പ്രോഡക്റ്റ് മെല്ലെ മെല്ലെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഗിഫൺ. ഇനി അതല്ല, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യും. ഫോർ എക്സാമ്പിൾ ബസ് ട്രാവൽ നമ്മൾ എന്താണ്, ഇൻകം ഇല്ലാത്ത സമയത്താണ് കൂടുതൽ കൺസ്യൂം ചെയ്യുക. ഇൻകം വരുമ്പോൾ നമ്മളത് കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അത് മെല്ലെ മെല്ലെ ഒഴിവാക്കും. അതേപോലെ തന്നെ ഇത്തരം ഫുഡൊക്കെ ഏതാണ്? ഇൻഫീരിയർ ഗുഡാണ്. ഇൻഫീരിയർ ഗുഡിന് എക്സാമ്പിളായിട്ട് വരുന്നത് ലോ ക്വാളിറ്റി ക്ലോത്ത്. ഇൻകം ഇല്ലാത്ത സമയത്ത് കൂടുതൽ യൂസ് ചെയ്യും, ഇൻകം ഉള്ള സമയത്ത് മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? അത് ഒഴിവാക്കും. ഓക്കെ. ബസ് ട്രാവൽ, ചീപ്പ് ഓയിൽസ്, ലോ ക്വാളിറ്റി ഫുഡ്, ബ്രെഡ്, ഇതൊക്കെ നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലൈഫിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴിവാക്കുന്ന പ്രോഡക്റ്റാണ്. അത്തരം ഗുഡ്സ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗിഫൺ ഗുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗിഫൺ ഗുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഗിഫൺ ഗുഡ്. ഇനി നമ്മൾ സാധാരണ ഒരു ട്രാവലിങ്ങിന് വേണ്ടി സൈക്കിൾ യൂസ് ചെയ്യുന്നു. ഇൻകം ഇല്ലാത്ത ടൈമിലാണ് സൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഇൻകം ഇല്ലാത്ത സമയത്ത് കൂടുതലായിട്ട് സൈക്കിൾ യൂസ് ചെയ്യും. ഇൻകം വരുമ്പോൾ നമ്മളത് ബൈക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻകം ഇല്ലാത്ത സമയത്താണ് സൈക്കിൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. ഇൻകം വരുമ്പോൾ മെല്ലെ മെല്ലെ ഒഴിവാക്കും. പക്ഷേ ആ സമയത്ത് സൈക്കിളിൻ്റെ പ്രൈസും പൊതുവെ എന്തായിരിക്കും? കുറവായിരിക്കും. ചെറിയ ഒരു ലോ കോസ്റ്റ് വരുന്ന സൈക്കിളിന് പൊതുവെ കസ്റ്റമറും കുറവാണ്. ഇന്ന് ഇതേ സൈക്കിൾ തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു 50,000 എബോ റേറ്റിൽ വരുന്ന സൈക്കിൾ, അതിന് ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്, ഡിമാൻഡും കൂടും. ഇപ്പോൾ സൈക്കിള് ലോ ക്വാളിറ്റി നമ്മൾ പറയുന്നുണ്ടെങ്കിലും സൈക്കിളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് ആവശ്യക്കാരുണ്ട്. അതിൻ്റെ റേഞ്ചിൽ വേരിയേഷൻസ് വരുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ ഇൻകം ഡിമാൻഡ് നെഗറ്റീവാണ്, ബട്ട് പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവാണ്. സൈക്കിള് സ്വാഭാവികമായിട്ടും പ്രൈസ് കുറവാണ്, ഡിമാൻഡും കുറവാണ്. ഇതേ സൈക്കിളിന് റേഞ്ചിൽ വേരിയേഷൻസ് ഉണ്ട്. 50,000 എബോ സൈക്കിളൊക്കെ അതിന് ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവാണ്, ഇൻകം ഡിമാൻഡ് നെഗറ്റീവാണ്. ഇൻകം ഡിമാൻഡ് നെഗറ്റീവാണ്, പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവാണ്. ഓക്കെ. നെക്സ്റ്റ്, നോർമൽ ഗുഡ്. നോർമൽ ഗുഡ്, ലക്ഷറി ഗുഡ്, പ്രസ്റ്റീജ് ഗുഡ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്, ആ പോയിന്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഗിഫൺ ഗുഡ്. ഗിഫൺ ഗുഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഗിഫൺ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താ പറഞ്ഞത്? നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് നെഗറ്റീവ്. ഓക്കെ. എന്നാൽ ഗിഫൺ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അത് പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്യണത്. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവാണ്. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഇൻകം ഡിമാൻഡ് ഗിഫൺ ഗുഡ് നെഗറ്റീവ്, പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ്. ഇനി നെസസറി ഗുഡ്. നെസസറി ഗുഡ് എന്താണെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഡക്റ്റാണ് നെസസറി ഗുഡ്. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, അത് ഉപയോഗിച്ചേ പറ്റൂ. മെഡിസിൻ, അതല്ലെങ്കിൽ നെസസറി ഗുഡ്, സോൾട്ട്, ഇതൊക്കെ നെസസറി ഐറ്റംസ് ആണ്. നെസസറി ഗുഡ് നിങ്ങളെ ഫാദർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പ്രൈസ് നോക്കിയിട്ടല്ല. അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും അതല്ല പ്രൈസ് ഡിക്രീസ് ചെയ്താലും ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണ്. ഡിമാൻഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റൻ്റ്. നെസസറി ഗുഡാണ്. അപ്പോൾ ഇൻകം ഡിമാൻഡാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഇൻകം ഡിമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, ഇൻകം നോക്കിയിട്ടല്ല നെസസറി കൺസ്യൂം ചെയ്യുക. ഇൻകം ഉള്ളവനും ഇല്ലാത്തവനും മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻകം ഉള്ളവനും ഇല്ലാത്തവനും നെസസറി ഗുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗുഡാണ് നെസസറി ഗുഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ഏതാണ്? നെസസറി ഗുഡാണ്. പ്രൈസും ഇൻകവും നോക്കിയല്ല കൺസ്യൂം ചെയ്യണത്, ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണ് നെസസറി ഗുഡിൻ്റെ കേസിൽ. പ്രൈസും ഇൻകവും ചേഞ്ച് ചെയ്താലും ഡിമാൻഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് കേസിൽ നോർമൽ ഗുഡാണ്. നെക്സ്റ്റ് ഗുഡ് നമുക്ക് നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ്. നോർമൽ ഗുഡ് സാധാരണ ബൈക്ക് നോർമൽ ഗുഡാണ്. അതൊരു ബുള്ളറ്റിലേക്ക് മാറുമ്പോൾ അത് ഏതായി? ലക്ഷറി ഗുഡായി. അതൊന്നും കൂടി ഒരു 30 lakh എബോ ബൈക്കിലേക്കൊക്കെ എത്തുമ്പോൾ എന്തായി? പ്രസ്റ്റീജ് ഗുഡായി. സാധാ കാർ, ആൾട്ടോ കാർ ഏതാണ്? നോർമൽ ഗുഡാണ്.
ഒരു 20 lakh റേഞ്ചിൽ വരുന്ന കാറൊക്കെ ഏതാണ്? ലക്ഷറി ആണ്. ഒരു 1 CR റേഞ്ചിലേക്ക് വരുമ്പോൾ അതെന്താണ്? പ്രസ്റ്റീജ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നോർമൽ ഗുഡ് ആണെങ്കിലും ലക്ഷറി ഗുഡ് ആണെങ്കിലും പ്രസ്റ്റീജ് ഗുഡ് ആണെങ്കിലും ഇൻകം ഇൻക്രീസ് ചെയ്താൽ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റൂ. നോർമൽ ഗുഡ് കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം, എങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ലക്ഷറി കൺസ്യൂം ചെയ്യണമെങ്കിലും എൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യണം. പ്രസ്റ്റീജ് കൺസ്യൂം ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് നോർമൽ ഗുഡ്, ലക്ഷറി ഗുഡ്, പ്രസ്റ്റീജ് ഗുഡ്. ഇപ്പം നോർമലിൻ്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലക്ഷറി ഗുഡിൻ്റെ ഡിമാൻഡ് ആവും ഇൻക്രീസ് ചെയ്യുക. വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുക പ്രസ്റ്റീജ് ആണ്. അപ്പോൾ സാധാരണ ഒരു വർക്ക് കിട്ടിക്കാൻ നമ്മൾ ആദ്യം വാങ്ങുക നോർമൽ ഗുഡാണ്. വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലക്ഷറി ഗുഡാണ്. വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രസ്റ്റീജ് ആണ്. ഇൻകം ഡിമാൻഡ് നോർമൽ ഗുഡിൻ്റെ കേസിൽ പോസിറ്റീവ്, ലക്ഷറി ഗുഡിൻ്റെ കേസിൽ പോസിറ്റീവ്, പ്രസ്റ്റീജ് ഗുഡിൻ്റെ കേസിൽ പോസിറ്റീവ്. അപ്പൊ നോർമൽ ഗുഡ്, ലക്ഷറി ഗുഡ്, പ്രസ്റ്റീജ് ഗുഡ്, ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ഇൻകം ഡിമാൻഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി പ്രൈസ് ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ബൈക്ക്, പാഷൻ പ്രോ ബൈക്ക് നോർമൽ ഗുഡാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സാധാരണ ഒരു മൊബൈൽ ഫോൺ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവശ്യക്കാരുടെ എണ്ണം കുറവായിരിക്കും. നോർമലി ഒരു മൊബൈലിൻ്റെ കേസ് നോർമൽ ഗുഡ് പൊതുവെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. നോർമൽ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി അതേപോലെ തന്നെ ലക്ഷറി ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ഗോൾഡ് ലക്ഷറിയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവശ്യക്കാരുടെ എണ്ണം കുറയുന്നുണ്ട്. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്, റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. നെക്സ്റ്റ് വൺ പ്രസ്റ്റീജ് ഗുഡ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടാണ് യൂസ് ചെയ്യുന്ന ഗുഡാണ്. അത് വാങ്ങണമെങ്കിൽ ഇൻകം കൂടണം. പക്ഷേ പ്രസ്റ്റീജിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്നാണ് പ്രസ്റ്റീജ് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുക. പ്രസ്റ്റീജ് മറ്റുള്ള ആളിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡാണ് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യാൻ ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഗിഫൺ ഗുഡ് ഇൻകം ഡിമാൻഡ് നെഗറ്റീവ്, നെസസറി ഗുഡ് ഇൻകം ഡിമാൻഡ് പോസിറ്റീവ്, നോർമൽ ഗുഡ് ഇൻകം ഡിമാൻഡ് പോസിറ്റീവ്, ലക്ഷറി ഗുഡ് ഇൻകം ഡിമാൻഡ് പോസിറ്റീവ്, പ്രസ്റ്റീജ് ഗുഡ് ഇൻകം ഡിമാൻഡ് പോസിറ്റീവ്. ദെൻ ഗിഫൺ ഗുഡ് പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ്, നെസസറി ഗുഡ് പ്രൈസ് ഡിമാൻഡ് കോൺസ്റ്റന്റ്, നോർമൽ ഗുഡ് പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ്, ലക്ഷറി ഗുഡ് പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ്, പ്രസ്റ്റീജ് ഗുഡ് പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ്. ഇതാണ് നമ്മളെ ബേസിക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ലെവലിൽ എന്ത് ചെയ്യുക? പോവുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഏകദേശം 14 ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, ഇൻകം, ടാക്സ്, അങ്ങനെ ഒരുപാട് ഗുഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരം ഗുഡ്സിൽ ഇപ്പോൾ നമ്മൾ നാച്ചർ ഓഫ് കമ്മോഡിറ്റി എന്നുള്ള 5th പോയിന്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുക. നാച്ചർ ഓഫ് കമ്മോഡിറ്റി നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ്, നാച്ചർ ഓഫ് കമ്മോഡിറ്റി 5th പോയിന്റ്. അതിൽ നാച്ചർ ഓഫ് കമ്മോഡിറ്റി 5 ടൈപ്സ് ആണ്. ഏതൊക്കെയാണ്? ഗിഫൺ, നെസസറി, നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ്. ഏതൊക്കെയാണ്? ഗിഫൺ, നെസസറി, നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ്. അതാണ് നാച്ചർ ഓഫ് കമ്മോഡിറ്റി. നമ്മൾ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏകദേശം എത്ര ഫാക്ടേഴ്സ് പഠിച്ചു? 14 ഫാക്ടേഴ്സ് പഠിച്ചു. ആ 14 ഫാക്ടേഴ്സും ഡിമാൻഡും തമ്മിലുള്ളൊരു ബന്ധം, ആ ബന്ധത്തെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇപ്പം ഡിമാൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്, ഒരു റിലേഷനാണത്. ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണ്, ടാക്സ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. അങ്ങനെ ഓരോ ഫാക്ടറും ഡിമാൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള ബന്ധത്തെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ഇവിടെ ഡിറ്റർമിനൻസ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡഡ് ഫാക്ടറാണ്. കാരണം ഡിറ്റർമിനൻസിൽ ഒരു ഫാക്ടറാണ് പ്രൈസ് ചേഞ്ച് ചെയ്താൽ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. പ്രൈസ് ഇൻഡിപെൻഡന്റ് ഫാക്ടറാണ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെ ഫോളോ ചെയ്യുന്നു ഡിമാൻഡ്. അതുകൊണ്ട് ഡിമാൻഡ് ഡിപ്പെൻഡഡ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ഡിറ്റർമിനന്റ് ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ്റെ ഡിമാൻഡ് കൂടും. എൻ്റെ ഇൻകത്തെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, ഡിമാൻഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇൻകം എന്നുള്ളത് ഡിറ്റർമിനന്റ് ആണ്, ഡിമാൻഡ് ഏതാണ്? ഡിപ്പെൻഡഡ് ആണ്. ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റും ഡിമാൻഡ് ഏതാണ്? ഡിപ്പെൻഡഡും ആണ്. ഓക്കെ,
ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നിങ്ങൾ ഓപ്ഷൻസ് ഓരോന്നായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളത് നോക്കുക, ഓരോന്നായിട്ട് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ്. കറക്റ്റ് ആൻസർ വെയിറ്റ് ചെയ്യുകയാണ്. ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് കറക്റ്റ്, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ്. ഇതിലേതാണ് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനന്റ് അല്ലാത്ത ഫാക്ടർ? ഓപ്ഷൻ എ, ബി, സി, ടി. ഏതാ കറക്റ്റ് ആൻസർ? എ പ്രൈസ് ഡിറ്റർമിനന്റ് ആണ്, റിലേറ്റഡ് ഗുഡ് ഡിറ്റർമിനന്റ് ആണ്, കൺസ്യൂമേഴ്സ് ഇൻകം ഡിറ്റർമിനന്റ് ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ലാസ്റ്റ് ഓപ്ഷൻ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. All of the following are determinant of demand except price, quantity supply, income, taste and preference. കറക്റ്റ് ആൻസർ ഏതാണ്? ഇതിൽ ഒന്നൊഴികെ ബാക്കിയൊക്കെ ഡിറ്റർമിനൻ്റ് ആണ്. അതായതാണ് ഓപ്ഷൻ ബി. കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി. നിങ്ങളെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ഓപ്ഷൻ ബി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ് ഇതിൽ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ മൈൻഡ് ആണ്, അറിയാലോ. എക്കണോമിക് പോളിസിയും പ്രൊഡ്യൂസർ മൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും? ഗുഡ്, ഓപ്ഷൻ ബി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഗുഡ്, ഓപ്ഷൻ ബി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇനി അടുത്തത്, when consumer want product by seeing another person use that product, it is called. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ വരുന്നത് ഡിസ്റ്റർബൻസ് എഫക്റ്റ്, കമ്പാരിസൺ എഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ്? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്. ഗുഡ്, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ് കമൻറ്റ് ചെയ്യുന്നത്. ഇനി ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഈസ് ജനറലി ഫൗണ്ട്. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് കൂടുതലായിട്ട് കാണുന്ന ഫാക്ടർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് കേസിലാണ്, ഏത് ഗുഡ്സിലാണ് അത് കാണുക? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഏത് ഗുഡ്സിലാണ്? ഓക്കെ, ഓപ്ഷൻ എ, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഏത് ഗുഡിലാണെന്ന് വെച്ചാൽ നെസസറി ആണോ, ലക്ഷറി ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് വെയിറ്റ് ചെയ്യുകയാണ്. നെസസറി ആണോ, ലക്ഷറി ആണോ, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആൻസർ നെസസറി നിർബന്ധമായിട്ട് കൺസ്യൂം ചെയ്യേണ്ട, ഒരാളെ നോക്കിയും കൺസ്യൂം ചെയ്യേണ്ട പ്രോഡക്റ്റ് അല്ല. പക്ഷേ ലക്ഷറി ഗുഡ്സ് അങ്ങനെയല്ല. ഒരാൾ വാങ്ങുമ്പോൾ അതെനിക്കും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാങ്ങുന്ന പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും കമൻറ്റ് കംപ്ലീറ്റ് ഓപ്ഷൻ ബി ആണ്, ലക്ഷറി ഗുഡാണ്. ഓക്കെ, ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 6. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വിൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഈസ് ഹൈ. ഇതിൽ ഏറ്റവും കൂടുതൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റ് ഏതാണ്? വാട്ടർ, റൈസ്, ടി വി, സോൾട്ട്. കറക്റ്റ് ആൻസർ. പ്രീവിയസ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഈസ് ഹൈ. കൂടുതൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഗുഡ് ഏതാണ്? വാട്ടർ, റൈസ്, ടി വി, സോൾട്ട്. കറക്റ്റ് ആൻസർ. ഗുഡ്, ഓപ്ഷൻ സി. ഡാഷ് ഗുഡ്സ് ആർ കൺസ്യൂം ടുഗദർ. ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ഏതാണ്? ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്, കൺസ്യൂം ടുഗദർ, ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ് ഏതാണ്? ഇൻഫീരിയർ, നോർമൽ, കോംപ്ലിമെൻ്ററി, സബ്സ്റ്റിറ്റ്യൂട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ യെസ്, ഗുഡ്, ഓപ്ഷൻ സി, കോംപ്ലിമെൻ്ററി ഗുഡ്. കോംപ്ലിമെൻ്ററി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഡിമാൻഡ് ഫോർ ടു വീലർ likely decrease with the increase in petrol price because two-wheeler and petrol are inferior, normal, substitute, complementary. Correct answer. Two-wheeler and petrol, ഏത് ഗുഡാണ് നമുക്കറിയാലോ? ഏതാണ്? ഓപ്ഷൻ ഡി, കോംപ്ലിമെൻ്ററി ഗുഡ്. ഓക്കെ, two-wheeler, complementary good. Option D, complementary good. Okay. Next one, question number 9. Question number 9. If X and Y complementary, if price of X and demand of Y, X and Y complementary goods ആണ്. If price of X and demand of Y, X and demand complementary good ആണെങ്കിൽ price demand relationship ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇൻവേഴ്സ് ഗുഡ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. കമൻറ്റ് ഓക്കെ ആണ്, ചാറ്റ് ബോക്സ് ഓക്കെ ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഡാഷ് ഗുഡ്സ് ആർ കൺസ്യൂം പ്ലൈസ് ഓഫ് അൺ. ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഏതാണ്? ആ ഗുഡ് ഏതാണ്? തീർച്ചയായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഓപ്ഷൻ ഡി, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർ ഗുഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഗുഡ് ഏതാണ്? സബ്സ്റ്റിറ്റ്യൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ടീ ആൻഡ് ഷുഗർ, ടീ ആൻഡ് കോഫി, പെൻ ആൻഡ് ഇങ്ക്. കറക്റ്റ് ആൻസർ, ടീ ആൻഡ് ഷുഗർ, ടീ ആൻഡ് കോഫി, പെൻ ആൻഡ് ഇങ്ക്. സബ്സ്റ്റിറ്റ്യൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഗുഡ് ഏതാണ്? യെസ്, ടീ ആൻഡ് കോഫി, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്.
Next one, if X and Y are substitute good, if price of X and demand of Y are directly inversely none of this. X and Y, X, Y substitute ആണെങ്കിൽ പ്രൈസ് ഓഫ് എക്സും വൈൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈസി ആയിട്ട് പറയാം, റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. If price of product A increase relative to the price of B and C, if price of product A increase relative to price B and C, substitute ആണെങ്കിൽ എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ B and C പ്രൈസ് എന്ത് ചെയ്യണം, ഡിമാൻഡ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. യെസ്, ഓപ്ഷൻ സി കറക്റ്റ് ആണ്, ഓപ്ഷൻ സി. ഓക്കെ, ഗുഡ്. Next one, if price of Pepsi decrease relative to the price of Coke and 7up. If the price of Pepsi decrease relative to the price of Coke and 7up, demand for Coke and will decrease, 7up will decrease, Coke and increase and decrease. Substitute good ആണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, option D. Next one, if demand decrease with increase in money income of consumer, such goods are called normal good, inferior good, luxury good, all of these. Demand decrease ചെയ്യുന്നു, നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന ഗുഡ് ഏതാണ്? ഓപ്ഷൻ എ നോർമൽ, ഓപ്ഷൻ ബി ഇൻഫീരിയർ, ലക്ഷറി, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ഓപ്ഷൻ, യെസ്, കമൻറ്റ് ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. നെക്സ്റ്റ്, given goods. 1 minute. യെസ്, അപ്പോൾ ഗിഫൺ ഗുഡ്സ് ആർ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 14. ഗിഫൺ ഗുഡ്സിൻ്റെ മറ്റൊരു പേരാണ് ഏതാണ്? ഓപ്ഷൻ ഇൻഫീരിയർ ഗുഡ്സ്. ഗുഡ്, ഇൻഫീരിയർ ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് ഇൻകം ലെവൽ ഇൻക്രീസ്, നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇഫ് ഇൻകം ലെവൽ ഇൻക്രീസ്, ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻക്രീസ് ബൈ മോർ ദാൻ പ്രൊപ്പോർഷണൽ എക്സ്റ്റെൻറ്റ്. Such goods are called inferior good, necessary good, luxury good, both A and B. Okay, if income level increase, demand for goods, ഇപ്പോൾ നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻക്രീസ് മോർ ദാൻ പ്രൊപ്പോർഷണറ്റ് എക്സ്റ്റെൻറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ്? അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് പറയാം അത് ഏത് ഗുഡാണ്? ലക്ഷറി ഗുഡാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, if consumer expect an increase in price of product in near future, current demand will. Consumer expect increase price of product future. Current demand. ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഡിമാൻഡ് എന്ത് സംഭവിക്കും? ഫ്യൂച്ചർ പ്രൈസും കറണ്ട് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കിട്ടേണ്ടത്. റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഈസി ആയിട്ട് പറയാൻ പറ്റും, ഹയർ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ഡാഷ് ഗുഡ്സ്, demand increase with a decrease in income of consumer. Option A inferior goods, option B normal goods, option C complementary goods, option D all of the above. Correct answer, in case of dash goods, demand increase with a decrease in income of consumer. Demand increase ചെയ്യുന്നു, decrease in income of consumer ഏത് ഗുഡാണ്? അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പറയാം ഏത് ഗുഡാണ്? ഓപ്ഷൻ എ ഇൻഫീരിയർ ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വെൻ ഡിമാൻഡ് ഓഫ് കമോഡിറ്റി ഫോൾ. നിങ്ങളെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ്, ചാറ്റ് ബോക്സ് കംപ്ലീറ്റ് ഓപ്ഷൻ എ ആണ് വന്നിരിക്കുന്നത്, കറക്റ്റ് ആണ്. വെൻ ഡിമാൻഡ് ഓഫ് കമോഡിറ്റി ഫോൾ വിത്ത് ഫോൾ ഇൻ പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് നോർമൽ, ഗിഫൺ, സബ്സ്റ്റിറ്റ്യൂട്ട്, നൺ ഓഫ് ദീസ്. വെൻ ഡിമാൻഡ് ഓഫ് കമോഡിറ്റി ഫോൾ വിത്ത് ഫോൾ ഇൻ പ്രൈസ്,
It is called normal good, given good, substitute good, none of this. When demand of good fall with fall in price. Price കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്ന പ്രോഡക്റ്റ് ഇതിൽ ഏതാണ്? When demand of commodity fall in price. നോർമൽ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്. നമ്മളിവിടെ പറയുന്നത് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു, പ്രൈസും ഫോളോ ചെയ്യുന്നു. അപ്പോൾ അവിടെ റിലേഷൻ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് വരുന്ന ഗുഡ് ഏതാണ്? നോർമൽ ഗുഡിൻ്റെ കേസിൽ നെഗറ്റീവ് ആണ്. ബട്ട് ഗിഫൺ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ ബി. ഓക്കെ, ഗുഡ്. ഡാഷ് refers to quantity of good service those consumer willing and able to purchase by given at various price given period of time. നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ഡെഫിനേഷനാണത്. വാട്ട് ഈസ് ഡിമാൻഡ്? ഡിമാൻഡ് ഡെഫിനേഷനാണ് ആ പോയിന്റ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 20. പർച്ചേസിംഗ് പവർ refers to. എന്താണ് പർച്ചേസിംഗ് പവർ? അവൈലബിലിറ്റി ഓഫ് മണി വിത്ത് കൺസ്യൂമർ പർച്ചേസ് ഓഫ് കമോഡിറ്റി. മണി ഇൻകം പ്രൊഡ്യൂസർ ഒരിക്കലും വരില്ല, അപ്പോൾ തന്നെ ക്രോസ് ചെയ്യണം, കാരണം ഡിമാൻഡ് കൺസ്യൂമർ സൈഡാണ്. ഗുഡ്സ് മാർക്കറ്റ് നോ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. മണി വിത്ത് കൺസ്യൂമർ ടു പർച്ചേസ് കമോഡിറ്റി. എനിക്ക് എന്ത് വാങ്ങാൻ പറ്റുന്നു ആ ഒരു കപ്പാസിറ്റിയാണ് ആക്ച്വലി പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസിംഗ് പവർ refers to desire by the product, necessity by the product, ability to buy the product. Option C, ability to buy the product. Option C, ability to buy the product. Okay, yes. Next one, 22. Purchasing power of money fall with the fall in. Purchasing power of money fall with fall. ഇപ്പോൾ പർച്ചേസിംഗ് പവർ കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ലെവൽ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. പ്രൈസ് ലെവലും പർച്ചേസിംഗ് പവറും ഇൻവേഴ്സ് റിലേഷനാണ്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, 23. ഡിമാൻഡ് ഇൻ എക്കണോമിക് സെൻസ്. ഡിമാൻഡ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. ഡിസേർവ് ഫോർ കമോഡിറ്റി, എബിലിറ്റി പ്രൈസ് ഓഫ് കമോഡിറ്റി, more willing pay price of commodity, desire backed ability and a willingness to pay. Good. നിങ്ങൾ ഓപ്ഷൻസ് കംപ്ലീറ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. In economics, demand refers to quantity demanded at a particular time, quantity demanded at backed ability to pay, demanded all goods, demanded a particular price given period of time. Correct answer. 24. In economics, demand refers to. Correct answer. 24. Yes. Option D. Comment box complete option D ആണ്. Correct ആണോ? Option D തന്നെയാണ് correct answer. Next. Demand is a dash concept. ഏത് കോൺസെപ്റ്റാണ് ഡിമാൻഡ്? ഫ്ലോ കോൺസെപ്റ്റ്, പിന്നെ സ്റ്റോക്ക് കോൺസെപ്റ്റ്, ഇതില്ല ഫ്ലോ കോൺസെപ്റ്റ് എന്ന് കൊടുത്താൽ മതി. പിന്നെ സ്റ്റോക്ക് കോൺസെപ്റ്റ്, വെൽത്ത് കോൺസെപ്റ്റ്, നൺ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഗുഡ്, ഓപ്ഷൻ എ, ഫ്ലോ കോൺസെപ്റ്റ്. ഡിമാൻഡ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ഡാഷ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമോഡിറ്റി. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആരുടെ റെസ്പോൺസ് ആണ്? പ്രൊഡ്യൂസർ, സെല്ലർ, കൺസ്യൂമർ, നൺ ഓഫ് ദ എബോവ്. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഏത് സൈഡാണ്? കൺസ്യൂമർ സൈഡാണ്. ഓക്കെ, ഗുഡ്. Next one, individual demand is also called. Individual demand മറ്റൊരു പേര് തീർച്ചയായിട്ടും പറയാം ഏത് ഡിമാൻഡാണ്? ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ആണ് ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ മറ്റൊരു പേര് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഡാഷ് മീൻസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ഗുഡ് സിംഗിൾ കൺസ്യൂമർ അറ്റ് വേരിയസ് പ്രൈസസ് പെർ യൂണിറ്റ് ഓഫ് ടൈം. Dash means quantity demanded of good by single consumer, various price per unit of time. Correct answer. പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. യെസ്, കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഗുഡ്, കറക്റ്റ് ആൻസർ അതന്നെയാണ് ഓപ്ഷൻ ബി, ഇൻഡിവിജ്വൽ ഡിമാൻഡ്. 29. ഡാഷ് മീൻസ് അഗ്രഗേറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അഗ്രഗേറ്റ്, ഇൻഡിവിജ്വൽ അല്ല, അഗ്രഗേറ്റ് ഡിമാൻഡ് ആയിട്ട് വരുമ്പോൾ ആ ഡിമാൻഡ് ഏത് ഡിമാൻഡ് ആയിരിക്കും? മാർക്കറ്റ് ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ്. കറക്റ്റ് ആൻസർ യെസ്, അഗ്രഗേറ്റ് മീൻസ് മാർക്കറ്റ് ഡിമാൻഡ് ആണ്. ഓക്കെ, ഇനി ഓൾ ബട്ട് വൺ ആർ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. 30. ഇൻഡിവിജ്വൽ ഡിമാൻഡിന് കണക്റ്റഡ് അല്ലാത്ത ഫാക്ടർ ഇതിലേതാണ്? പ്രൈസ് കണക്റ്റഡ് ആണ്, ഇൻകം കണക്റ്റഡ് ആണ്.
ഇൻകം കണക്റ്റഡ് ആണ്. അപ്പോൾ രണ്ടും കണക്റ്റഡ് ആണ്. എല്ലാത്തും ഒന്നാണ് ചോദിക്കുന്നത്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമറും കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതാണ്? നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ മാർക്കറ്റ് എന്നാണ് ആൻസർ കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31 കമൻറ്റ് ചെയ്യുക. ഡാഷ് ടാബ്ലർ പ്രസൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ബൈ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈസ്. നമുക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് വന്നത് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഡിമാൻഡ് ഷെഡ്യൂൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഡിമാൻഡ് ഷെഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഇട്ടാൽ നമുക്കത് അതിന് ശേഷം എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പറയാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. 38 ഒന്ന് പറയാം. 38 വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. 38 വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. ഇതിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ് അല്ലാത്ത ഫാക്ടർ പ്രൈസ് ഡിറ്റർമിനൻ്റ് ആണ്, റിലേറ്റഡ് കമ്മോഡിറ്റി ഡിറ്റർമിനൻ്റ് ആണ്, ഇൻകം ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരാം. നൺ ഓഫ് ദ എബോ. ഓക്കെ, 39 ആൻസർ ചെയ്യുക. വെൻ പ്രൈസ് ഓഫ് പെട്രോൾ ഗോസ് ഡിമാൻഡ് ഓഫ് ടു വീലർ. പെട്രോളിൻ്റെ പ്രൈസ് വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? കറക്റ്റ് ആൻസർ. പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ ടു വീലർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യും. കാരണം കോംപ്ലിമെൻ്ററി ഗുഡാണ്, റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരാം. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. 40 ഇഫ് പ്രൈസ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ഫോൾ. ഇൻഫീരിയർ ഗുഡിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, ഇൻഫീരിയറിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ദം, ഇൻഫീരിയറിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്താ സംഭവിക്കുക? പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻഫീരിയറിൻ്റെ കേസിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ഇവിടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ്? ഫോൾ. പ്രൈസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഫോൾ എന്നുള്ള ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു പോകണം. നെക്സ്റ്റ് ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. ലോ ഓഫ് ഡിമാൻഡ് എക്കണോമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ്, റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്, റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, അതാണ് ലോ ഓഫ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ഡിസ്കസ് ചെയ്യുന്നു. ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ആൻഡ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണെങ്കിൽ അതാണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, അതാണ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമാൻഡ്, നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽഫ്രഡ് മാർഷൽ എന്നുള്ള എക്കണോമിക്സ്റ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത എക്കണോമിക്സ്റ്റ് ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് മാത്രം പറയുന്നുള്ളൂ. ഇവിടെ പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ഡിമാൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്താ? ഡിമാൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ഡിമാൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ടോട്ടൽ 14 ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു, അതിൽ പ്രൈസ് മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്താൽ മതി. ബാക്കി 14 ഫാക്ടേഴ്സും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഇൻകം ഡിസ്കസ് ചെയ്യുന്നില്ല, ടാക്സ് ഡിസ്കസ് ചെയ്യുന്നില്ല, അതുപോലെ സബ്സിഡി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതർ തിങ്സ് ബീങ് ഈക്വൽ, മറ്റു ഫാക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ലോ ഓഫ് ഡിമാൻഡിൽ ആര് മാത്രം ചേഞ്ച് ചെയ്താൽ മതി? പ്രൈസ്. ലോ ഓഫ് ഡിമാൻഡിൽ വേരിയബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് പ്രൈസ് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു. ആ ഫാക്ടറിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. അവിടെ അതർ തിങ്സ് ബീങ് ഈക്വൽ, മറ്റു ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. മറ്റു ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. മറ്റു ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കുക, പ്രൈസ് എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. മറ്റു ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം, പ്രൈസ് മാത്രം ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ലാറ്റിൻ ടേം ഉണ്ട്. ആ ലാറ്റിൻ ടേം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. ആ ലാറ്റിൻ ടേം സെറ്ററസ് പാരിവസ് എന്നാണ്. ഓൾ അതർ തിങ്സ് ബീങ് ഈക്വൽ. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി 4, 5 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെറ്ററസ് പാരിവസിൻ്റെ മീനിങ് ഓൾ അതർ തിങ്സ് ബീങ് ഈക്വൽ.
ലോ ഓഫ് ഡിമാൻഡിൽ ഒരു ഫാക്ടർ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടൂ, അത് പ്രൈസ് ആയിരിക്കണം. മറ്റു ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. വേരിയബിൾ ഫാക്ടർ പ്രൈസ് മാത്രമാണ്. ഓക്കെ, വേരിയബിൾ ഫാക്ടർ പ്രൈസ് മാത്രമാണ്. അതുകൊണ്ടാണ് ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അതർ തിങ്സ് ബീങ് ഈക്വൽ, അതിൻ്റെ ലാറ്റിൻ ടേം സെറ്ററസ് പാരിബസ്. ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണ്. പിന്നെ ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രൈസ് ഇൻഡിപെൻഡൻറ്റ്, ഡിമാൻഡ് എന്താണ്? ഡിപ്പെൻഡഡ് ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഡിമാൻഡ് ഡിപ്പെൻഡഡ് ആണ്. അതിൽ ഡിറ്റർമിനൻസിൽ ഒരു ഫാക്ടറാണ് പ്രൈസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു. ഡിമാൻഡ് ഡിപ്പെൻഡഡ്, ഡിറ്റർമിനൻസ് ഇൻഡിപെൻഡൻറ്റ്. അതിലൊരു ഡിറ്റർമിനൻ്റ് ആണ് പ്രൈസ്. ദെർഫോർ പ്രൈസ് ഡിറ്റർമിനൻ്റ് ആണ്, ഡിമാൻഡ് ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, പിന്നെ അതർ തിങ്സ് ബീങ് ഈക്വൽ. അതർ തിങ്സ് ബീങ് ഈക്വൽ എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, അതർ തിങ്സ് ബീങ് ഈക്വൽ എന്ന് വെച്ചാൽ പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ഒക്കെ അവിടെ ഈക്വൽ ആയിരിക്കണം എന്ന് വെച്ചാൽ സെറ്ററസ് പാരിബസ്. ദ നെക്സ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ്, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്, ദെൻ ഡിമാൻഡ്. പ്രൈസ് 20, ഡിമാൻഡ് 80. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് 20 ആയിരിക്കുമ്പോൾ 80 കിലോക്കുള്ള കസ്റ്റമർ ഉണ്ട്. ദെൻ പ്രൈസ് ഇൻക്രീസ് ചെയ്തു 30. ആൽഫ്രഡ് മാർഷൽ പറയുന്നത് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന പറയുന്നുള്ളൂ. ഒരു ഫേമിനും വ്യക്തമായിട്ട് ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രഡിക്റ്റ് അല്ലാതെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. 20 റുപ്പിക്ക് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് 30 കിലോക്കുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. 20 റുപ്പിക്ക് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ 80 കിലോക്കുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. 80 കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് എനിക്ക്. പെട്ടെന്ന് ഞാൻ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, 20-30 ആയി. അപ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഡിമാൻഡ് 70 ആകും എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡിമാൻഡ് 70 ആകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. 70 ആവാം, 79 ആവാം, 75 ആവാം, 70 എത്രയാവാം, ഡിക്രീസിനെ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് എന്താണത്? ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു പെർട്ടിക്കുലർ ടൈം ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുക. കഴിഞ്ഞ വർഷം എനിക്ക് 20 റുപ്പിക്ക് 80 കസ്റ്റമേഴ്സിന് കിട്ടി. ഒരു ടൈം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലോ ഓഫ് ഡിമാൻഡിൽ വരുന്നുണ്ട്. ലോ ഓഫ് ഡിമാൻഡിന്റെ അസംഷൻസ് ആണ്. ഫസ്റ്റ് അസംഷൻ ഇൻവേഴ്സ് റിലേഷൻ ആണ്. സെക്കൻഡ് ഇൻഡിപെൻഡന്റ് ആണ് പ്രൈസ്. ഡിമാൻഡ് ഡിപ്പെൻഡഡ് ആണ്. പിന്നെ അതർ തിങ്സ് ബീങ് ഈക്വൽ, ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ കൺസേൺ സർട്ടൺ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഡിമാൻഡ് ഷെഡ്യൂൾ. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ. നെക്സ്റ്റ് ഹെഡിങ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിൽ ആര് മാത്രം മതി? പ്രൈസ്, ഡിമാൻഡ്. വേറെ ആരും പാടില്ല. പ്രൈസ്, ഡിമാൻഡ്. പ്രൈസ് 1 ആയിരിക്കുമ്പോൾ ഡിമാൻഡ്, ഇപ്പോൾ പ്രൈസ് 1 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് 25. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്, വൺ പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, ഒരൊറ്റ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് 1 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് 25. പ്രൈസ് ഇൻക്രീസ് 2, ഡിമാൻഡ് ഡിക്രീസ് 20. പ്രൈസ് ഇൻക്രീസ് 3, ഡിമാൻഡ് ഡിക്രീസ് 15. പ്രൈസ് ഇൻക്രീസ് 4, ഡിമാൻഡ് ഡിക്രീസ് 10. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ലോ ഓഫ് ഡിമാൻഡ് ആണ്. ഈ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലിസ്റ്റും ഡിമാൻഡ് ഷെഡ്യൂളായിട്ട് പറയാം. ഡിമാൻഡ് ഷെഡ്യൂളിൽ 2 പേര്, ലിസ്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. വേറെ ആരുമില്ല. ലിസ്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, അതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ പ്രൈസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഈ ലിസ്റ്റ് നമ്മളൊരു ഗ്രാഫിക്കലി പ്രൂവ് ചെയ്യണം. ഗ്രാഫിൽ പ്രൂവ് ചെയ്യുമ്പോൾ വൈ ആക്സിൽ പ്രൈസും എക്സ് ആക്സിൽ ഡിമാൻഡുമാണ് വേണ്ടത്. വൈ ആക്സിൽ പ്രൈസ്, എക്സ് ആക്സിൽ ഡിമാൻഡ്. വൈ ആക്സിൽ പ്രൈസും എക്സ് ആക്സിൽ ഡിമാൻഡാണ് ഉണ്ടാവുക. ഇപ്പോൾ വൈ ആക്സിൽ പ്രൈസ്, എക്സ് ആക്സിൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നമുക്കറിയാം ഇൻവേഴ്സ് റിലേഷനാണ്. ആ ഇൻവേഴ്സ് റിലേഷൻ നമ്മൾ ഗ്രാഫിൽ കാണിക്കുമ്പോൾ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവേർഡ് ആയിരിക്കും. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ്. ഓക്കെ, നെക്സ്റ്റ് ഡിമാൻഡ് കർവ്. നമ്മളിപ്പോൾ പറഞ്ഞു ഡിമാൻഡ് ഷെഡ്യൂൾ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് കർവ്. ഇനി ഡിമാൻഡ് ഷെഡ്യൂൾ 2 ടൈപ്പാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, സെക്കൻഡ് വൺ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഒരു പ്രോഡക്റ്റ് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ കൺസ്യൂം ചെയ്യുന്നു, അത് ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്. നമ്മൾ മൊത്തത്തിൽ കൺസ്യൂം ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് ഡിമാൻഡാണ്. എറണാകുളത്ത് എൻ്റെ ഫാമിലി ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ ലിസ്റ്റിനെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഏതെങ്കിലും ഒരു ഫാമിലി, എറണാകുളം മൊത്തം ഫാമിലീസ് ആഡ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് ഡിമാൻഡാണ്. ഒരു ഫാമിലി മാത്രം റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മൊത്തത്തിൽ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ഏതാണ്? മാർക്കറ്റ് ഡിമാൻഡാണ്. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ്
ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം, തീർച്ചയായിട്ടും ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡാണ്. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡാണ്. മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പും ഡൗൺവാർഡാണ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഡൗൺവാർഡ് ഷേപ്പിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവുന്നത്? അത് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നത് 4 എഫക്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് എഫക്റ്റ് പ്രൈസ് എഫക്റ്റ് ആണ്. നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഡൗൺവാർഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് പ്രൈസ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആയതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്താവുന്നത്? ഡൗൺവാർഡ് ആവുന്നത്. ഈ കോൺസെപ്റ്റ് എക്കണോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ്റ്റ് ഹിക്സ് ആൻഡ് അലൻ ഇവർ രണ്ടുപേരാണ് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഹിക്സ് ആൻഡ് അലൻ. അപ്പോൾ ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് ആവാനുള്ള ഫസ്റ്റ് റീസൺ പ്രൈസ് എഫക്റ്റ് ആണ്. പ്രൈസ് എഫക്റ്റ് എക്കണോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ്റ്റ് ഹിക്സ് ആൻഡ് അലൻ ഇവർ പറയുന്നത് പ്രൈസ് ഇൻ ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ദർഫോർ ഡിമാൻഡ് കർവ് ഏതാണ്? ഡൗൺവാർഡ്. പ്രൈസ് എഫക്റ്റ് 2 ടൈപ്പ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻകം എഫക്റ്റും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ട്, ഇൻകം എഫക്റ്റും ഉണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? പ്രൈസ് എഫക്റ്റ് 2 ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം. കൊക്കക്കോള പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ കൊക്കക്കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ കൊക്കക്കോളയുടെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവും. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം കൊക്കക്കോള പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവും. എന്തുകൊണ്ട്? കാരണം കൊക്കക്കോളക്ക് സ്ട്രോങ് ആയിട്ട് ആരുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പെപ്സി ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. കാരണം കോളയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കസ്റ്റമർ പെപ്സിയിലേക്ക് മാറും. അപ്പോൾ കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ കോള പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊക്കക്കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. കാരണം കൊക്കക്കോളക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഇൻകം കൂടുമ്പോൾ ഇൻകം എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി. നിങ്ങൾ ഇൻകം കൂടുമ്പോൾ, നിങ്ങൾ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും. നോക്കാം, ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഒരു പ്രോഡക്റ്റ് സാധാരണ കൺസ്യൂം ചെയ്യുന്നത് 10 റുപ്പിക്കാണ്. അപ്പോൾ ഡിമാൻഡ് പ്രൈസ് 10 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എത്രയാണ്? 10 ആണ്. എൻ്റെ കയ്യിലുള്ള ഇൻകം എത്രയാണെന്ന് വെച്ചാൽ 100 റുപ്പിയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ആകെ ഇൻകം 100 ഉള്ളൂ. 100 റുപ്പി കംപ്ലീറ്റ് ആയി. പ്രൈസ് 10, ഡിമാൻഡ് 10. 10 × 10 100 ആണ്. എൻ്റെ കയ്യിൽ ഇൻകം 100 ഉണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ സാധാരണ 2-3 മാസമായിട്ട് ഞാൻ 10 റുപ്പി കൊടുത്തിട്ട് 10 പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു പെർ മന്ത്. കഴിഞ്ഞ മാസം 10 ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തു, കാരണം 10 റുപ്പി ആയിരുന്നു. ഞാൻ ചിലവാക്കുന്നത് 100 റുപ്പിയാണ്. പെട്ടെന്ന് ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, 20 ആയി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ ആകെ 100 ഉള്ളൂ. 100 ഉള്ളൂ. കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം എൻ്റെ ഇൻകം ലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റണമെന്നില്ല. അതെൻ്റെ ഇൻകത്തെ ബാധിച്ചു. അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ എഫക്റ്റിനെ പറയുന്ന പേരാണ് ഇൻകം എഫക്റ്റ്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ചേഞ്ച് ഇൻ കൺസംഷൻ വെൻ പ്രൈസ് ഇപ്പം 10-20 ആയി, പ്രൈസ് ഇൻക്രീസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യണം? എൻ്റെ ഇൻകത്തെ ബാധിച്ചു. റിയൽ ഇൻകം മീൻസ് പർച്ചേസിങ് പവറിനെ ബാധിച്ചു. എനിക്കത് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഫീലിംഗ് ഈ ലെവലായിരിക്കും. കാരണം ഞാൻ ഒരു 10 ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യാനായിട്ട് മാർക്കറ്റിൽ പോയി, പെട്ടെന്നാണ് 10-20 ആയത്. അപ്പോൾ എനിക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫീലിംഗ് എന്തായിരിക്കും? പുവർ. എനിക്ക് വാങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ആ ഫീലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എബിലിറ്റി ടു പേ ഓർ റിയൽ ഇൻകത്തെ അത് ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻകം എഫക്റ്റ്. കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുക. തിരിച്ചും സംഭവിക്കുക. നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പോയി, 10 റുപ്പിക്കാണ് നിങ്ങൾ വാങ്ങിയിരുന്നത്, പെട്ടെന്ന് 5 റുപ്പിയായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാം. നിങ്ങളതിൽ 100 റുപ്പി ഉണ്ട്, 20 കൺസ്യൂം ചെയ്യാം. ഈ 20 ഇല്ല, 15 ആണെങ്കിൽ ബാക്കി കയ്യിൽ കാശ് വെച്ചിട്ട് തിരിച്ചു പോവാം. അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ എഫക്റ്റിനെ പറയുന്ന പേരാണ്, ഈ ഒരു ഫീൽ ഉണ്ടാവുന്ന സമയത്ത് ആ ഫീൽ ഏതാണ്? റിച്ച് ഫീൽ ഉണ്ടാവും. ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻകം എഫക്റ്റ്. ഓക്കെ, ഇൻകം എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻക്രീസ് ഡിമാൻഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസ് റിയൽ ഇൻകം. നിങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് റിയൽ ഇൻകം കൂടുമ്പോഴാണ്. റിയൽ ഇൻകം കൂടണമെങ്കിൽ പ്രൈസ് കുറയണം. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഫോൾ, കൺസ്യൂമർ കൂടുതൽ കൺസ്യൂം ചെയ്യാം.
ഇനി അതല്ലെങ്കിൽ കൂടുതലല്ലെങ്കിൽ ഇൻകം ബാക്കി വെക്കുകയും ചെയ്യാം. അങ്ങനെ വരുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഇൻകം എഫക്റ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ ഡിമാൻഡ് സ്ലോപ്പ് ഡൗൺവാർഡ്. അതിൻ്റെ റീസൺ ഫസ്റ്റ് പ്രൈസ് എഫക്റ്റ്. പ്രൈസ് എഫക്റ്റ് 2 ടൈപ്പ് ഏതൊക്കെയാണ്? ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നെക്സ്റ്റ് 2, നമ്പർ 2 അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. ഡിമാൻഡ് ഡൗൺവാർഡ് ആവാനുള്ള നെക്സ്റ്റ് റീസൺ അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. ഒരുപാട് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി വരുന്നു. കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ബുള്ളറ്റ് 3 lakh ആണ് ബുള്ളറ്റ് ഒരു എക്സാമ്പിൾ. ബുള്ളറ്റിന് 2 lakh ആയി. ബുള്ളറ്റ് 3 lakh ഉള്ള സമയത്ത് കേരളത്തിൽ 1 lakh കസ്റ്റമർ ഉണ്ട്. പെട്ടെന്ന് ബുള്ളറ്റിന് 2 lakh ആയി. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമേഴ്സിന് എണ്ണം വരില്ല. പുതിയ കസ്റ്റമേഴ്സ് വാങ്ങാൻ വേണ്ടി വരും. പുതിയ കസ്റ്റമേഴ്സ് വരും. അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് ഡബിളായി. 3 lakh ബുള്ളറ്റ് റൈറ്റ് ഉള്ള സമയത്ത് 1 lakh കസ്റ്റമേഴ്സ് ഉണ്ട്. പെട്ടെന്ന് 2 lakhലേക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? 1 lakh എന്താകുന്നു 2 lakh ആയിട്ട് മാറുന്നു. കസ്റ്റമർ ഇരട്ടിയായിട്ട് മാറുന്നു. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ആ എഫക്റ്റാണ് അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. ഡയമണ്ട് ഒരു ലിമിറ്റഡ് കസ്റ്റമറാണ് ഡയമണ്ടിനുള്ളത്. ഡയമണ്ടിന് ലിമിറ്റഡ് കസ്റ്റമർ ഉണ്ടാവാൻ കാരണം പ്രൈസ് ഹൈ ആയതുകൊണ്ടാണ്. ഇതേ ഡയമണ്ടിന് പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ പുതിയ കസ്റ്റമർ എന്ത് ചെയ്യും? കടന്നു വരും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് ഡൗൺവാർഡ്. വൈ? പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവുന്നു. ഓക്കെ. ഡിഫറെന്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഡിഫറെന്റ് യൂസേഴ്സ് ഇലക്ട്രിസിറ്റി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. ലൈറ്റ്, ഫാന്, ഒരുപാട് കാര്യങ്ങൾക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസംഷൻ കൂടും. കൂടുതൽ കാര്യങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വീണ്ടും ഉപയോഗിക്കും. ഇനി ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ, യൂണിറ്റിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൺസംഷൻ കുറയും. AC ഒക്കെ ടൈമർ വെച്ചിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് അവിടെ എന്താവുന്നു? ഡൗൺവാർഡ് ആവുന്നു. ഒരു പ്രോഡക്റ്റ് തന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതാണ് ഡിഫറെൻറ്റ് യൂസസ്. അതിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വന്നാൽ പോലും ഡിമാൻഡ് ഡൗൺവാർഡ് ആവുന്നു. ഓക്കെ. ഇനി ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ് 4th പോയിന്റ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലാസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു 61 സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം ക്ലാസ്സിൽ 58 സ്റ്റുഡൻസ് ആയി. ഏകദേശം 1 hour കഴിഞ്ഞു. 1:15 ആയി. അപ്പോൾ ആ ഒരു 1:15 ഉണ്ടായ മാറ്റം 62 എന്നുള്ള നമ്പർ 58 ആയി. എന്ന് വെച്ചാൽ ഡിമിനിഷിംഗ് മാർജിനലാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഡിമാൻഡ് കുറയും. ആവശ്യം നമുക്ക് എന്ത് ചെയ്യും? പറയുക, ചെറുതായിട്ട് ആവേശം കുറയും. ആ കുറയലാണ് ഡിമിനിഷിംഗ്. പക്ഷെ കുറയാത്ത ആൾക്കാരുണ്ട്. എക്സെപ്ഷൻ കേസ് ഉണ്ട്. വേൾഡിൽ 10% പ്രോഡക്റ്റ് എക്സെപ്ഷനാണ്. അവർക്കത് ബാധകമല്ല. എക്സാമ്പിൾ നിങ്ങളാണ്. ഈ 58 സ്റ്റുഡൻസ് ആണ്. അവർക്ക് DMU പ്രാക്ടിക്കൽ അല്ല. കാരണം അവർക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? CA ഫൗണ്ടേഷൻ. പ്രണയം CA ഫൗണ്ടേഷൻ മാത്രം. ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ വെൻ വി കൺസ്യൂം മോർ ആൻഡ് മോർ ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം എവരി സബ്സിക്വൻറ്റ്. ഈ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബർഗർ കഴിക്കണം. എന്താണ് DMU? അത് പറയാണ്. ഫസ്റ്റ് ഒരു ബർഗർ കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഇത്രയും കിട്ടും. സെയിം ബർഗർ സെയിം ടൈമിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഫസ്റ്റ് കഴിച്ച് അത്ര ആവേശം ഉണ്ടാവണമെന്നില്ല. വീണ്ടും കഴിക്കുമ്പോൾ വീണ്ടും കുറയുന്നു. അപ്പോൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? നമുക്കറിയാം എന്ത് ചെയ്യാണ്? ഡൗൺവാർഡ്, ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ. ഡൗൺവാർഡിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ലോ ഓഫ് ഡിമാൻഡ് പ്രാക്ടിക്കൽ അല്ലാത്ത ചില ഗുഡ് ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡ് പ്രാക്ടിക്കൽ അല്ലാത്തത്. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. പക്ഷെ ലോ ഓഫ് ഡിമാൻഡിൽ എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്: പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താവും? പോസിറ്റീവ്. ഇത് ലോ ഓഫ് ഡിമാൻഡ് അല്ല. ഇത് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് ആണ്. അതല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കോൺസ്റ്റന്റ്, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കോൺസ്റ്റന്റ്. ഇതും എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ് ആണ്. ആൽഫ്രഡ് മാർഷൽ പറയുന്നത് 90% പ്രോഡക്റ്റും ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു, 10% ഫോളോ ചെയ്യുന്നില്ല. ആ 10% ഏതൊക്കെയാണ്? ആ 10% നമ്പർ വൺ കോൺസ്പിക്യൂസ് ഗുഡ്സ് ഓർ പ്രസ്റ്റീജ് ഗുഡ്. പ്രസ്റ്റീജ് ഗുഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
പ്രസ്റ്റീജ് ഗുഡിൻ്റെ മറ്റൊരു പേരാണ് കോൺസ്പിക്യൂസ്. ഹൈലി പ്രൈസ്ഡ് ഗുഡാണ് പ്രസ്റ്റീജ്. ഹൈലി പ്രൈസ്ഡ് ഗുഡാണ് പ്രസ്റ്റീജ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസ്റ്റീജ് ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ഇത് ലോ ഓഫ് ഡിമാൻഡ് അല്ല. ഇത് ലോ ഓഫ് ഡിമാൻഡ് അല്ല. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അല്ലാത്ത ഫസ്റ്റ് പ്രോഡക്റ്റ് കോൺസ്പിക്യൂസ് ഗുഡ്സ്. ലോ ഓഫ് ഡിമാൻഡ് അല്ലാത്ത നെക്സ്റ്റ് ഗുഡ് ഗിഫൺ ഗുഡാണ്. എന്താ ഗിഫൺ ഗുഡ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഗിഫൺ ഗുഡിൻ്റെ കേസിലും പ്രൈസ് ഡിമാൻഡ് എന്തല്ല? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഗിഫൺ ഗുഡും ഏതാണ്? എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് ആണ്. നെക്സ്റ്റ് ഡിമാൻഡ് ഫോർ നെസസറി, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കോൺസ്റ്റന്റ്, ഇതും നെഗറ്റീവ് അല്ല. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കണം. ഇൻവേഴ്സ് റിലേഷൻ അല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കണം. ഇൻവേഴ്സ് റിലേഷൻ അല്ലാത്ത ഗുഡ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലാത്ത ഗുഡ് ഏതാണ്? അതാണ് കോൺസ്പിക്യൂസ് ഗുഡ്, ഗിഫൺ ഗുഡ്, ഡിമാൻഡ് ഫോർ നെസസറി. ഇത് മൂന്നും ലോ ഓഫ് ഡിമാൻഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് കോൺസ്പിക്യൂസ് നെസസിറ്റീസ്. കോൺസ്പിക്യൂസ് നെസസിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ അത്യാവശ്യമാണെന്ന് വെച്ചാൽ അത്യാവശ്യമല്ല, എന്നാൽ അത് വേണം, അങ്ങനെയുള്ള ചില ഗുഡ് ഉണ്ട്. എക്സാമ്പിൾ റെഫ്രിജറേറ്റർ, കുക്കിംഗ് ഓയിൽ, കുക്കിംഗ് ഗ്യാസ്. കുക്കിംഗ് ഗ്യാസ് നമ്മൾ ഒരിക്കലും പ്രൈസ് നോക്കി കൺസ്യൂം ചെയ്യണതല്ല, പ്രൈസ് നോക്കാതെ കൺസ്യൂം ചെയ്യുന്ന ഗുഡാണ് കുക്കിംഗ് ഗ്യാസ്. പ്രൈസ് നമ്മൾ സെക്കൻഡറി ആണ്, പ്രൈസ് നോക്കാതെ കൺസ്യൂം ചെയ്യുന്ന ഗുഡാണ്. കുക്കിംഗ് ഗ്യാസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഡിമാൻഡ് അവിടെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നില്ല. സാധാരണ കുക്കിംഗ് ഗ്യാസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. ഡിമാൻഡ് ഒരിക്കലും ഡിക്രീസ് ചെയ്യുന്നില്ല, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺസ്പിക്യൂസ് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിർബന്ധമാണോ? അല്ല, എന്നാൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു ഗുഡാണ് ഇത് കോൺസ്പിക്യൂസ് ഗുഡ്. കുക്കിംഗ് ഗ്യാസ് ഏത് ഗുഡാണ്? കോൺസ്പിക്യൂസ് നെസസിറ്റീസ് ആണ്. അതിന്റെ കേസിൽ കോൺസ്റ്റന്റ് റിലേഷൻ ആണ് പ്രൈസ് ഡിമാൻഡ്. ഒരിക്കലും ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് പ്രൈസ്. ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പഠിച്ചതാണ്. ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്പെക്കുലേറ്റീവ് ഗുഡ്. സ്പെക്കുലേറ്റീവ് ഗുഡ് എന്ന് പറയുമ്പോൾ ഷെയർ പ്രൈസുമായിട്ട് കണക്ട് ചെയ്യാം. കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഷെയർ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയും. ഷെയർ വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവശ്യക്കാരുടെ എണ്ണം കൂടും, കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. അതാണ് സ്പെക്കുലേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനുള്ള ടൈമാണ്. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും നോക്കി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വി സേ ദാറ്റ് ഡിമാൻഡ് ഫോർ കമ്മോഡ് ഡിപ്പെൻഡ്സ് മണി ഇൻകം ഓഫ് കൺസ്യൂമർ, വി ആർ റെഫറിംഗ് ടു ഇൻകം എഫക്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഡെമോൺസ്ട്രേഷൻ എഫക്ട്. കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാണ്. When we say that demand for commodity depends upon the money income of consumer, we are referring to option A, income effect, option B, substitution effect, option C, demonstration effect. Correct answer ഏതാണ്? When we say okay, correct answer income effect. Good. Dash refers to effect of change in price of product on consumers purchasing power. Dash refers to effect of change in price of product on consumers purchasing power. ഏത് എഫക്റ്റ് ആണ്? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി. ഗുഡ്. നെക്സ്റ്റ്, ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് കൺസ്യൂമർ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, റിലേറ്റീവ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഓക്കെ, ഗുഡ്. ഓപ്ഷൻ സി, റിലേറ്റീവ് ടു ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. ഗുഡ്, കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇനി കോൺസ്പിക്യൂസ് ഗുഡ് ആർ ആൾസോ കോൾഡ്, കോൺസ്പിക്യൂസ് ഗുഡ് ആർ ആൾസോ കോൾഡ് നെസസറി ഗുഡ്, പ്രസ്റ്റീജ് ഗുഡ്, ഗിഫൺ ഗുഡ്. കറക്റ്റ് ആൻസർ, കോൺസ്പിക്യൂസ് ഗുഡിന്റെ മറ്റൊരു പേര് പ്രസ്റ്റീജ് ഗുഡ് എന്നാണ്. പ്രസ്റ്റീജ് ഗുഡ്. ഇനി കോൺസ്പിക്യൂസ് ഗുഡിന്റെ മറ്റു 3 പേരുകളും കൂടി ഉണ്ട്. അത് പറയാൻ വിട്ട ഒരു പോയിന്റ് ആണ്. വെബ്ലൻ ഗുഡ് കോൺസ്പിക്യൂസ് ഗുഡ് ആണ്. സ്നോബ് ഗുഡ് കോൺസ്പിക്യൂസ് ആണ്. പ്രസ്റ്റീജ്, പ്രസ്റ്റീജിന്റെ 3 പേരുകളാണ് കോൺസ്പിക്യൂസ്, വെബ്ലൻ, സ്നോബ്. അതിൽ വെബ്ലൻ ഹൈലി പ്രൈസ്ഡ് ഗുഡ് ആണ്, ഹൈലി സ്റ്റാറ്റസ് ആണ് സ്നോബ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ, കോൺസ്പിക്യൂസ് ഗുഡ്സ് ആർ എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ്, ഫോളോ ലോ ഓഫ് ഡിമാൻഡ്. കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുക. എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ്, ഫോളോ ലോ ഓഫ് ഡിമാൻഡ്. എ കോൺസ്പിക്യൂസ് ഗുഡ്, എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ്. ഗുഡ്. ഓപ്ഷൻ എ.
നെക്സ്റ്റ് വൺ കറക്റ്റ് ഓപ്ഷൻ 5 ഡി തന്നെയാണ് കറക്റ്റ്. നിങ്ങളെ കമൻറ്റ് ഓക്കെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, ഇൻ കേസ് ഓഫ് കോൺസ്പിക്യൂസ് ഗുഡ് പ്രൈസ് ഇൻക്രീസ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. In case of conspicuous good, price increase, quantity demand. Conspicuous good means prestige good. Price increase ചെയ്യുമ്പോൾ demand തീർച്ചയായിട്ടും increase ചെയ്യും. Option A. When consumers feel that if commodity is expensive, that has got more utility, we are referring to inferior good, normal good, conspicuous good, given good. Consumer feel that commodity expensive ആണെങ്കിൽ ആ ഗുഡ് ഏത് ഗുഡാണ്? കോൺസ്പിക്യൂസ് ഗുഡ് ആണ്. Okay, conspicuous good. Next, which of the following example of conspicuous good? Option A, diamond. Okay. Which of the following example of law of demand? The law of demand ഏതാണ്? Law of demand. Conspicuous law of demand exception case ആണ്. Given exception case ആണ്. Normal good price increase ചെയ്യുമ്പോൾ demand decrease ചെയ്യും. ഇതാണ് law of demand. Okay. Next. In case of given good, demand curve will be upward horizontal. In case of given good, demand curve. Given good in the case, price increase ചെയ്യുമ്പോൾ demand increase ചെയ്യും. Price demand positive ആണെങ്കിൽ എന്തായിരിക്കും? Option A, upward. Okay. Next one, inferior commodity is consumes smaller quantity when income of consumer. Inferior commodity is one which consumes smaller quantity when income of consumer become nil, remain same, fall, rises. Correct answer. Inferior commodity is one which consumer quantity when income of consumer. Smaller quantity consume ചെയ്യുന്നുണ്ടെങ്കിൽ income എന്ത് ചെയ്യണം? Increase ചെയ്യണം. Option D. 13, when people buy more product when it is cost of product will be luxury, normal, inferior. Price increase ചെയ്യുമ്പോൾ കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഏതാണ് എന്ന് വെച്ചാൽ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് റിലേഷൻ ആയിരിക്കണം. ലക്ഷറി ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. നോർമൽ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. ബട്ട് ഇൻഫീരിയർ റിലേഷൻഷിപ്പ് പോസിറ്റീവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഓക്കെ. Under which of the following situation law of demand will not operate? Conspicuous good, given good, necessary good, all of these. Under which of the following situation law of demand will not operate? Law of demand operate ചെയ്യാത്ത ഗുഡ് ഏതാണ്? കോൺസ്പിക്യൂസ് ഗുഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഗിഫൺ ഗുഡ് ഓപ്പറേറ്റ് ഇല്ല. കോൺസ്പിക്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഗിഫൺ എക്സെപ്ഷൻ കേസ് ആണ്. നെസറി ആൾസോ എക്സെപ്ഷൻ കേസ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദ എബോ കറക്റ്റ്. എല്ലാതും ഏതാണ്? ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യാത്ത ഗുഡാണ്. ഓക്കെ. Under which of the following situation law of demand will not operate? Ignorance of consumer ഫോളോ ചെയ്യുന്നുണ്ട്. ഫിയർ ഓഫ് ഷോർട്ടേജും ഫോളോ ചെയ്യുന്നുണ്ട്. ബോത്ത് എ ആൻഡ് ബി. ജനറൽ ക്വസ്റ്റൻ ആണ്. ഇഗ്നോറൻസ്, ഫിയർ ഓഫ് ഷോർട്ടേജ്. ലോ ഓഫ് എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡിൽ വരുന്ന എക്സ്റ്റൻഡ് പ്രോഡക്റ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ബോത്ത് എ ആൻഡ് ബി. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജഡ്ജ്മെന്റ് അല്ല. ജഡ്ജ്മെന്റ് ആണെങ്കിൽ നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളൊരു കറക്റ്റ് ഡാറ്റ ബേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് ആൽഫ്രഡ് മാർഷലിന്റെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ജഡ്ജ്മെന്റ് അല്ല, കറക്റ്റ് ആളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വരുമ്പോൾ അതിനെ പറയുന്ന പേര് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഡാഷ് ഗുഡ്സ് കൺസ്യൂം ടുഗദർ. ഇൻഫീരിയർ, നോർമൽ, കോംപ്ലിമെന്ററി, സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ് ഏതാണ്? ഇൻഫീരിയർ, നോർമൽ, കോംപ്ലിമെന്ററി. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി, കോംപ്ലിമെന്ററി ഗുഡ്. Demand schedule shows relation between price and quantity, income and quantity supply, price and quantity. Demand schedule shows price and quantity supply, income and quantity demand. The next one, income and quantity supply, price and quantity demand. Demand schedule എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വരുന്നത് ആരാണ്? പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ഓക്കെ. Next one, in typical demand schedule, quantity demand varies directly with the price, varies inversely with the price, both A and B. Correct answer, demand schedule എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയാം directly with the price, varies inversely with the price, both A and B. Demand varies inversely with the price. Okay, option B. Demand curve shows quantity demand product, income of consumer, various levels of price product. Option C, supply product, various levels of price of product. Demand curve shows quantity demand product, various levels of income. No, ഒരിക്കലും ഡിമാൻഡ് ഇൻകം അല്ല. ഡിമാൻഡ് ആൻഡ് പ്രൈസ്. കറക്റ്റ് ആൻസർ. ഡിമാൻഡ് ആൻഡ് പ്രൈസ്, റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആണ് ആൻസർ. ഈ ഡിമാൻഡ് കർവ് ഡീൽസ് വിത്ത്
one product, two product, many product. Correct answer, demand curve deals with yes, one product. Good. Next one, while drawing demand curve, change take place which of the following factors? Demand curve വരക്കുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇവിടെ വേണ്ടത്? സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് വേണ്ട, അത് ആവശ്യമില്ല. ഡിമാൻഡ് കർവിൽ പ്രൈസ് ഡിമാൻഡാണ് വേണ്ടത്, ക്വാളിറ്റിയും ആവശ്യമില്ല. ഇവിടെ കറക്റ്റായിട്ട് വേണ്ടത് ഏതാണ്? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇനി ഡിമാൻഡ് കർവ് സ്ലോപ്പ്, ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെ വരുന്നത്? ഡൗൺവാർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അപ്വാർഡ് ലെഫ്റ്റ് ടു റൈറ്റ്, അപ്വാർഡ് റൈറ്റ്. ഒരിക്കലും അപ്വാർഡ് അല്ല, ഡിമാൻഡ് ഡൗൺവാർഡാണെന്ന് അറിയാലോ. അത് നമ്മൾ എവിടെ നിന്നാണ്? ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് വരുന്നത് ഡൗൺവാർഡ്. ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24. ഡിമാൻഡ് കർവ് മോസ്റ്റ് കേസസ് ഹാസ് പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്, 0, ഇൻഫിനിറ്റ്. ഡിമാൻഡ് കർവ് മോസ്റ്റ്, സാധാരണ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവാർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് സ്ലോപ്പാണ്? നെഗറ്റീവ് സ്ലോപ്പ്. If any quantity at same price, then demand curve product will be horizontal, vertical, positive. Any quantity same price, price same ആണെങ്കിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? യെസ്, ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഹൊറിസോണ്ടൽ ആയിരിക്കും. കറക്റ്റ് ആൻസർ, ഹൊറിസോണ്ടൽ. വാട്ട് ഈസ് ദ അതർ നെയിം ഗിവൺ ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവിൻ്റെ മറ്റൊരു പേരാണ് പഠിക്കേണ്ടത്. ഡിമാൻഡ് കർവിൻ്റെ മറ്റൊരു പേര് പ്രോഫിറ്റ് അല്ല, AC കർവ് അല്ല. തീർച്ചയായിട്ടും ആ കർവ് ഏതായിരിക്കും? എയർ കർവ് ആണ്. എയർ കർവ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആക്സിസ്, ഡിമാൻഡ് കർവിൽ ഹൊറിസോണ്ടൽ ഉണ്ട്, എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഏതാണ് കൊടുക്കേണ്ടത്? വെർട്ടിക്കൽ ഏതാ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൊറിസോണ്ടൽ ആക്സ് ആണ്. ഇവിടെ ഏതാ കൊടുക്കുക? ഓപ്ഷൻ എ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസ്. ഓപ്ഷൻ സി ഇൻകം. തീർച്ചയായിട്ടും ക്വാണ്ടിറ്റി ആണ്, ഓപ്ഷൻ എ ആണ് കൊടുക്കുക. ഓക്കെ. ഇൻ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിൽ ക്വാണ്ടിറ്റി, ദെൻ നെക്സ്റ്റ് വൺ പ്രൈസ്. ഏതാ കൊടുക്കുക? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. 29. വിച്ച് ഓഫ് ദിസ് നോട്ട് ഡിപിക്ട് ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ നമ്മൾ ഇതിൽ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറിയതാണ്. ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ പാടില്ലാത്തൊരു പ്രോഡക്റ്റ് ഇതിലുണ്ട്. ഏതാണ്? ഡിമാൻഡ്, പ്രൈസ്, ഇൻകം. ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ നമ്മൾ പാടില്ലാത്തൊരു കേസ് ഇതിൽ വരുന്നുണ്ട്. ഏതാണ്? ഇൻകം ആവശ്യമില്ലാത്ത കേസാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് ആൾസോ കാൾഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡിന് മറ്റൊരു പേര് എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാം. വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് ആൾസോ കോൾഡ്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് ആൾസോ കോൾഡ് യെസ്, household demand. Good, household demand. Okay, next. Expansion and contraction. In the last session ആണ് അതും കൂടി നമുക്ക് പറയാനുള്ളൂ. അതിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് സെഷനിൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട നെക്സ്റ്റ് ഒരു സെഷനും കൂടിയാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്? ഓക്കെ. ഇപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഡിമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടത്. ഇപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ പറയുമ്പോൾ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. എന്താണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ? എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടതാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 14 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 14 ഫാക്ടേഴ്സിൽ ബാക്കി 13 ഫാക്ടേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡിന് കാരണം പ്രൈസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. വാട്ട് ഈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. ഇതിനെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷനിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഡിമാൻഡ്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഡിമാൻഡ്. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? ഇൻക്രീസിങ് ഡിമാൻഡ്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് മീൻസ് ഇൻക്രീസിങ് ഡിമാൻഡ് ഡ്യൂ ടു ഫാളിംഗ് പ്രൈസ്. ഇതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്.
Expansion of demand means increasing demand due to falling price. What is contraction of demand? Decreasing demand due to rise in price. Contraction of demand. അപ്പോൾ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? ഇൻക്രീസിംഗ് ഡിമാൻഡ് ഡ്യൂ ടു ഫാളിംഗ് പ്രൈസ്. വാട്ട് ഈസ് കോൺട്രാക്ഷൻ? ഡിക്രീസിംഗ് ഡിമാൻഡ് ഡ്യൂ ടു ഇൻക്രീസിംഗ് പ്രൈസ്. ഇതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ അതിൻ്റെ ജസ്റ്റ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഡിമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. പ്രൈസ് മാത്രമല്ല ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വേറെ പക്ഷേ ആ ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഓൺലി പ്രൈസ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. ഇതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഇതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? ഇൻക്രീസിംഗ് ഡിമാൻഡ് ഡ്യൂ ടു ഡിക്രീസിംഗ് പ്രൈസ്. വാട്ട് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്? ഡിക്രീസിംഗ് ഡിമാൻഡ് ഡ്യൂ ടു ഫാളിംഗ് പ്രൈസ്. ഇനി അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ സൈഡ് ഉണ്ട്, നോക്കാം. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു കമ്പനി അവരുടെ പ്രൈസ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കമ്പനി അവരുടെ ഫസ്റ്റ് പ്രൈസ് 3000 ആണ്. കമ്പനിയുടെ ഫസ്റ്റ് പ്രൈസ് 3000 ആണ്. അപ്പോൾ കമ്പനിയുടെ ഡിമാൻഡ് എത്രയാണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഡിമാൻഡ് 5 ആണ്. കമ്പനിയുടെ ഫസ്റ്റ് പ്രൈസ് 3000, കമ്പനി ഡിമാൻഡ് എത്രയാണ്? 5. അപ്പോൾ ഇതാണ് 5. ഓക്കെ, പ്രൈസ് 3000, ഡിമാൻഡ് എത്രയാണ്? 5. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കമ്പനി എന്ത് ചെയ്തു? പ്രൈസ് ഇൻക്രീസ് ചെയ്തു. 4000 ആക്കി. കമ്പനി 4000 ആക്കി. തീർച്ചയായിട്ടും കമ്പനിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. 4 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ ലെവലിലേക്ക് എന്ന് വെച്ചാൽ ഡിമാൻഡ് കർവിൻ്റെ അപ്വാർഡ് പോർഷനിലേക്ക് എന്ത് ചെയ്യാണ്? പോവാണ്. ഡിമാൻഡ് കർവിൻ്റെ അപ്വാർഡ് ഏരിയയിലേക്ക് പോവാണ്. ഈ ഏരിയ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഈ ഏരിയ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇനി കമ്പനി പ്രൈസ് എന്ത് ചെയ്തു? 2000 ആയിട്ട് ഡിക്രീസ് ചെയ്തു. കമ്പനി പ്രൈസ് ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെ കമ്പനി പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഏരിയ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ആ ഒരു ഏരിയ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഏരിയ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒറിജിനൽ. നമ്മളെ കമ്പനി ആദ്യം നമ്മൾ കാണിച്ചെന്ന ഡിമാൻഡ് ഇതാണ് ഒറിജിനൽ. 3000 for 5 ഇതാണ് ഒറിജിനൽ. അത് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ അപ്വാർഡ് ഏരിയയിലേക്ക് ഡിമാൻഡ് പോയി. ആ ഏരിയ പറയുന്ന പേര് കോൺട്രാക്ഷൻ എന്നാണ്. എന്നാൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്തു. ഡിമാൻഡിൻ്റെ ഡൗൺവാർഡ് ഏരിയ, ആ ഏരിയ പറയുന്ന പേരെന്താണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ്. ഡിമാൻഡിൻ്റെ ഡൗൺവാർഡ് ഏരിയയിലേക്ക് പോകുമ്പോൾ അതെന്താണ്? എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? Expansion of demand means increasing demand due to falling price. What is contraction of demand? Decreasing demand due to increasing price. Contraction of demand. ഇപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ ഡിമാൻഡ് കർവേ വരച്ചിട്ടുള്ളൂ, വേറെ ഡിമാൻഡ് ഒന്നും ഇല്ല. ഇവിടെ ഒരൊറ്റ ഡിമാൻഡാണ് ഉള്ളത്. അപ്പോൾ ഡിമാൻഡിൻ്റെ ഡൗൺവാർഡ് ഏരിയ എക്സ്പാൻഷൻ ആണ്, ഡിമാൻഡിൻ്റെ അപ്വാർഡ് ഏരിയ കോൺട്രാക്ഷൻ ആണ്. ഡിമാൻഡിൻ്റെ ഒരൊറ്റ ഡിമാൻഡ് കർവേ ഉള്ളൂ, വേറെ ഡിമാൻഡ് ഒന്നും ഇല്ല. ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവാർഡ് ഏരിയ എക്സ്പാൻഷൻ, ഡിമാൻഡ് കർവിൻ്റെ അപ്വാർഡ് ഏരിയ കോൺട്രാക്ഷനുമാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു പേര് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഈസ് ആൾസോ നോൺ ആസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, അതിൻ്റെ മറ്റൊരു പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നാണ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ്റെ മറ്റൊരു പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. What is expansion? Increasing demand due to falling price. What is contraction of demand? Decreasing demand due to rise in price. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് പോയിന്റ് ഡിമാൻഡ്. ഒരൊറ്റ ഡിമാൻഡ് കർവേ ഉള്ളൂ. ഇവിടെ ഡി എന്ന് പറയുന്ന ഒരൊറ്റ ഡിമാൻഡ്. ആ ഡിമാൻഡിൻ്റെ അപ്വാർഡ് ഏരിയ കോൺട്രാക്ഷനും ഡിമാൻഡിൻ്റെ ഡൗൺവാർഡ് ഏരിയ ഏതാണ്?
എക്സ്പാൻഷനുമാണ്. അപ്വാർഡ് ഏരിയ കോൺട്രാക്ഷന്, ഡൗൺവാർഡ് ഏരിയ ഏതാണ്? എക്സ്പാൻഷന്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡിൻ്റെ മറ്റൊരു പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നാണ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ വേറൊരു പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നാണ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യാം. അതിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എന്താണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്? അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. Expansion and contraction of demand for a good occur as a result of change in price of commodity, change in quantity of commodity, increase in consumers' income. Correct answer comment here. Expansion and contraction of demand occur as a result of. Expansion contraction കാരണം ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. Change in price of commodity, change in quantity of commodity, increase in income. No. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്, ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, റിമൈൻ സെയിം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിമാൻഡ് സെയിം ഡിമാൻഡിലാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. ഒരു ഷിഫ്റ്റ് വരുന്നില്ല അവിടെ. റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് അവിടെ പോസിബിൾ അല്ല. ഒരൊറ്റ ഡിമാൻഡിലാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ റിമൈൻ സെയിം. ഷിഫ്റ്റ് റൈറ്റും ഇല്ല ലെഫ്റ്റും ഇല്ല, റിമൈൻ സെയിം. ഓക്കെ. fall in quantity of product as a result, rise in price is known as fall in quantity demand product as a result of rise in price. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ്. പെട്ടെന്ന് കമൻറ്റ് ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആക്കുക. പ്രൈസ് ഡിക്രീസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് fall in quantity demand, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് സംഭവിക്കണം? പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് എന്താ പറയുക? fall in quantity demand. What is fall in quantity demand? Option A, change in demand. No. Contraction of demand. Yes, contraction of demand means decrease in demand. Question number 4. Rise in quantity demand of a product as a result of reduction price is known as change in demand. Contraction of demand, expansion of demand. Rise in quantity demand, change in demand, contraction of demand, expansion of demand. Correct answer. Rise in quantity demand. Rise in quantity demand, result of reduction in price. എന്തായിരിക്കും? Expansion of demand. Good. Expansion of demand. Correct answer option C. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട്. Next, contraction of demand as a result of contraction of demand. Contraction of demand result decreasing number of consumer. No. Increasing price of product. Yes. Change in demand due to change in price. Price. Okay. Next question. In case of expansion of demand. Question ശ്രദ്ധിക്കുക. In case of expansion of demand. In case of expansion of demand. Expansion of demand എന്ന് പറയുമ്പോൾ ഇൻവേർഡ് ഷിഫ്റ്റ് ഒരിക്കലും ഷിഫ്റ്റ് ഉണ്ടാവില്ല. ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഒരിക്കലും സംഭവിക്കില്ല. ഷിഫ്റ്റ് ഉണ്ടാവില്ല. ഡൗൺവേർഡ് മൂവ്മെന്റ് സെയിം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. എന്നതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഹൈലൈറ്റ്? സെയിം ഡിമാൻഡ് കർവ്. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. ഇൻ കേസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ എ ഇൻക്രീസ്. ഓക്കെ, ഓപ്ഷൻ എ ഇൻക്രീസ്. Contraction of demand associated with contraction of demand associated with rise in price, rise in quantity. No. Falling price, fall in. No. Rise in price, fall in quantity demanded. Option C correct. Okay, fall in quantity demanded. Yes. ഇനി നമ്മൾ ലാസ്റ്റ് പോയിന്റ്, ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആവും. ലാസ്റ്റ് പോയിന്റ് ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. Change in demand due to change in price only. Change in demand due to change in price only. Expansion and contraction of demand or change in quantity demand. പഠിച്ചതാണ്. പക്ഷെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രൈസ് മാത്രമല്ല. 14 ഫാക്ടേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രൈസ് ഒരു ഫാക്ടറാണ്. ബാക്കി 13 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 13 ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്താലും ഡിമാൻഡ് ചേഞ്ച് ചെയ്യും.
ആ 13 ഫാക്ടേഴ്സ് കാരണം കൊണ്ട് ഡിമാൻഡ് ചേഞ്ചസ് വരാം. ആ 13 ഫാക്ടേഴ്സ് കൊണ്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ചേഞ്ചസിന് കാരണം പ്രൈസ് മാത്രമല്ല, പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുവെങ്കിൽ അതെന്താണ്? എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. പക്ഷെ പ്രൈസ് മാത്രമല്ല ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് കാരണം അവിടെ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. എക്സ്പാൻഷൻ, കോൺട്രാക്ഷനിൽ പ്രൈസ് ചേഞ്ച് ചെയ്യണം, ബാക്കി ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ബാക്കി ഏത് ഫാക്ടർ ആണെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇൻകം ചേഞ്ച് ചെയ്യാം. എൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ടാക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. സബ്സിഡി ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ആർക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന വേരിയേഷൻസിനെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്യാതെ മറ്റു ഫാക്ടേഴ്സ് കൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് എനി ഓഫ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. An upward shift in demand. ഇപ്പോൾ നമ്മൾ പറയുന്നു ഡിമാൻഡ് അപ്വാർഡും ഉണ്ട് ഡൗൺവാർഡും ഉണ്ട്. ഡിമാൻഡ് അപ്വാർഡും ഉണ്ട് ഡൗൺവാർഡും ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ഒരു കമ്പനിയുടെ, ഇതാണ് ഒറിജിനൽ, ഒരു കമ്പനിയുടെ പ്രൈസ് ഇത് 20 ആയിട്ട് കൊടുക്കുകയാണ്. 20 റുപ്പിയാണ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 100 കിലോക്കുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. 100 ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 റുപ്പി 100 ഡിമാൻഡ് കറക്റ്റായിട്ട് പോകുന്നു. ഓക്കെ, ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഡിമാൻഡ്, അപ്വാർഡ്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്വാർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് മീൻസ് ഇൻക്രീസിങ് ഡിമാൻഡ്, ഷിഫ്റ്റ് ടു റൈറ്റ്. ഇനി ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ഡിക്രീസിങ് ഡിമാൻഡ്, ഡൗൺവാർഡ്. അപ്പോൾ അപ്വാർഡ് ഉണ്ട്, ഡൗൺവാർഡ് ഉണ്ട്. ഡൗൺവാർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡിക്രീസിങ് ഡിമാൻഡ്, അപ്വാർഡ് ഇൻക്രീസിങ് ഡിമാൻഡ്. പക്ഷെ പ്രൈസ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല. പ്രൈസ് ചേഞ്ച് ചെയ്യാതെ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക. പ്രൈസ് ചേഞ്ച് ചെയ്യാതെ ഡിമാൻഡ് ചേഞ്ചസ് ഉണ്ടാക്കുക. ഡിമാൻഡ് റൈറ്റിലേക്കും വരാം, ലെഫ്റ്റിലേക്കും വരാം. ആ ചേഞ്ചസിനെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നോക്കാം, നോട്ട്സിലേക്ക് വരാം. An upward shift in demand curve is called increasing demand. Downward shift in demand curve is called decreasing demand. Upward demand means increasing demand. Demand curve shift to right. Demand curve shift to left, decreasing demand. Okay? ഇനി നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പോയിന്റ് ആണത്. ഇൻക്രീസിങ് ഡിമാൻഡ് ഒരു ഹെഡിങ് ആണ്, ഡിക്രീസിങ് ഡിമാൻഡ് നെക്സ്റ്റ് ഹെഡിങ് ആണ്. ഇൻക്രീസിങ് ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിന്റെ വേറൊരു പേരാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതല്ലെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ഡിമാൻഡ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിന് മറ്റ് 2 പേരുകളുണ്ട്. ചേഞ്ച് ഇൻ ഡിമാൻഡ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. അതല്ല ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിന്റെ വേറൊരു പേരാണ്. ഇൻക്രീസിങ് ഡിമാൻഡ് ഓർ ഡിക്രീസിങ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈസ് ചേഞ്ച് ചെയ്യാനേ പാടില്ല. പ്രൈസ് അല്ലാത്ത ഏത് ഫാക്ടറിന് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ടു റൈറ്റ് ആണ്. ഡിമാൻഡ് റൈറ്റിലേക്കാണ് പോണത്. ഡിക്രീസിങ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ആണ്. ഇൻക്രീസിങ്ങിന്റെ കാരണം നമ്പർ ഓഫ് ബയേഴ്സ് ഇൻക്രീസ് ചെയ്യാണ്. ഡിക്രീസിങ് ഡിമാൻഡിന്റെ റീസൺ നമ്പർ ഓഫ് ബയേഴ്സ് ഡിക്രീസ് ചെയ്യാണ്. നമ്പർ ഓഫ് ബയേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എൻ്റെ അടുത്തേക്ക് കൂടുതൽ കസ്റ്റമർ വരുമ്പോൾ എൻ്റെ ഡിമാൻഡ് കൂടും. കസ്റ്റമർ വരുന്നില്ലെങ്കിൽ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഇനി കസ്റ്റമേഴ്സിന്റെ ഇൻകം കൂടുന്നു, എൻ്റെ ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ്. കസ്റ്റമേഴ്സിന് ഇൻകം ഇല്ല, എൻ്റെ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. എൻ്റെ എക്സ്പോർട്ട് കൂടുമ്പോൾ എൻ്റെ ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ്. എക്സ്പോർട്ട് കുറയുമ്പോൾ എൻ്റെ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്.
സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൂസ്റ്റ് ഞാൻ ഓർലിക്സ് ഉണ്ടാക്കുന്നു. ബൂസ്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എൻ്റെ ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ്. ഇനി കോംപ്ലിമെന്ററി ഫോൾ, പെട്രോളിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കാറിന്റെ ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ്. തിരിച്ചാണെങ്കിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ്. ഫ്യൂച്ചർ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഇങ്ങനെയാണ് എൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡിമാൻഡ്, ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ഷിഫ്റ്റ് ടു റൈറ്റ്, അതല്ലെങ്കിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. Change in demand due to change in price is known as option A, shift in demand, option B, change in quantity demand, option C, increase in demand, option D, all of these. Correct answer പെട്ടെന്ന് കമന്റ് ചെയ്യുക. Change in demand due to change in price, due to change in price. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. Change in demand due to change in price. Option A, shift in demand, option B, change in quantity demand, option C, increase in demand, option D, all of these. Correct answer, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. കാരണം ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്, അപ്പോൾ അത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ വേറൊരു പേരാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് as a result of factors other than price. Change in demand as a result of factors other than price. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ബോത്ത് ആൻഡ് ബി. കറക്റ്റ് ആൻസർ. നിങ്ങളെ കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ് വെയിറ്റ് ചെയ്യുകയാണ്, അതിലേക്ക് നോക്കിയിരിക്കുകയാണ്, നിങ്ങളെ ചാറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ഏകദേശം 80%, 90% കമൻറ്റും ഒരേ കമൻറ്റാണ്. ഏതാണ്? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. കാരണം ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൻ്റെ വേറൊരു പേരാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഈസ് ആൾസോ നോൺ ആസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻക്രീസിങ് ഡിമാൻഡ് ലീഡ്സ് ടു. ഇൻവാർഡ് ആണോ ഔട്ട്വാർഡ് ആണോ? ഇൻക്രീസിങ് ഡിമാൻഡ് ഷിഫ്റ്റ് ടു റൈറ്റ്, ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഇൻക്രീസിങ് ഡിമാൻഡ് ഷിഫ്റ്റ് ടു ഇൻക്രീസിങ് ഡിമാൻഡ്. അപ്പൊ ഇൻവാർഡ് ആണോ ഔട്ട്വാർഡ് ആണോ? ഔട്ട്വാർഡ് ഷിഫ്റ്റ്. ഓക്കെ, ഇനി ഡിക്രീസിങ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിക്രീസിങ് ഡിമാൻഡ് ലീഡ്സ് ടു ഷിഫ്റ്റ് ടു റൈറ്റ്, ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, ഷിഫ്റ്റ് ടു റൈറ്റ് ഔട്ട്വാർഡ്, ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ഇൻവാർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൻസർ ഡിക്രീസിങ് ഡിമാൻഡ്. ഡിക്രീസിങ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എക്സ്പാൻഷൻ കോൺട്രാക്ഷനിലേക്ക് മാറൂട്ടാ. ഇവിടെ ഡിക്രീസിങ് ഡിമാൻഡ് എന്ന് മാത്രം വന്നാൽ മാത്രമേ ഇങ്ങനെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ലെവലിൽ ചിന്തിക്കാൻ പാടുള്ളൂ. അത് ഏത് ഷിഫ്റ്റാണ്? ഇൻവാർഡ് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, ചേഞ്ച് ഇൻ ടേസ്റ്റ്. ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഓക്കെയാണ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. ചേഞ്ച് ഇൻ ടേസ്റ്റും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം ഏതാണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഇൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ഗുഡ്. An increasing demand can result from decreasing market price, increasing real income, increasing demand. Shift in demand ആണ് increasing demand. അങ്ങനെയാണെങ്കിൽ decreasing market price, നോ, പ്രൈസ് ഇവിടെ പറയാൻ പാടില്ല, കാരണം അത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് പറയാം. ഇൻക്രീസ് ഇൻകം, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇൻക്രീസിങ് ഇൻകം ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ബി നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. ഇൻ കേസ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡാഷ് റിമൈൻ കോൺസ്റ്റന്റ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ ആരാണ് കോൺസ്റ്റന്റ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ വൈ എന്ന് പറയുമ്പോൾ ഇൻകം, പി എന്ന് പറയുമ്പോൾ പ്രൈസ്, സി എന്ന് പറയുമ്പോൾ കോസ്റ്റ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ് ആയിരിക്കേണ്ടത്? ആര് കോൺസ്റ്റന്റ് ആവണം ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ? പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യുക. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ കോൺസ്റ്റന്റ് ആവേണ്ടത് ഒരാളാണ്, തീർച്ചയായിട്ടും ആരായിരിക്കും? പ്രൈസ്. ഓക്കെ, അപ്പോൾ ഒരു സെഷൻ അവിടെ അവസാനിക്കുകയാണ്. നാളെ 5-ന് നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യും. 5-ന് ടോപ്പിക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി.
Then types of price elasticity. Perfectly elastic, perfectly inelastic, unitary elastic, relatively inelastic. Then measurement of elasticity. Percentage method, expenditure method, arc method, then point method. ഇതുമായിട്ടാണ് നാളെ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ബ്രേക്ക് ഇടാത്തതുകൊണ്ടാണ്. ഇത് നോട്ട്സ് നിങ്ങൾ ലക്ഷ്യയുടെ നമ്പർ ഉണ്ട്, നമ്മൾ ഞാൻ സ്റ്റാറ്റസ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ സ്റ്റാറ്റസ് വെച്ചിരുന്നു. ആ നമ്പറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് കിട്ടും. എൻ്റെ ഇൻസ്റ്റ നിസാർ KV NIZAR, അതിൽ കറക്റ്റ് ലക്ഷ്യയുടെ ആ ടാഗ് ഇതിൽ ഓൾറെഡി പോസ്റ്റ് ഉണ്ട്. അതിൽ ആ നമ്പർ ഇടാം, നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്താൽ ആവശ്യം നോട്ട്സ് കംപ്ലീറ്റ് കിട്ടും. എന്നാൽ ബാക്കി നാളെ നമുക്ക് കാണാം. ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ്. നാളെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഏകദേശം 7-8 ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിക്ക് യൂസ് ചെയ്യുക, MCQ ആണ്. കാണാതെ പഠിച്ച ടൈം കളയേണ്ടതല്ല, കറക്റ്റായിട്ട് ഇരിക്കുക. അപ്പം ജസ്റ്റ് നോക്കി വെക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടച്ച് ചെയ്തിട്ട് വേണം നാളെ ഇരിക്കാൻ കേട്ടോ. നാളെ 5 to 7. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ.